ചുറ്റുപാടുകളോട് താൻ ഇടപെട്ടത് പ്രധാനമായും 3 രീതിയിലാണ്. ഒന്ന്, ഉപദേശങ്ങളെ പൊതുജനത്തിൽ ഗ്രഹിക്കത്തക്കവണ്ണം ഉപമകൾ. പിന്നെ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് അല്ലെങ്കിൽ ദൈവത്വത്തിൽ താൻ നിവർത്തിച്ച അത്ഭുതങ്ങൾ. ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിക്കുന്നുണ്ടായിരുന്നു. ഉപമകളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് സൂചിപ്പിച്ചു. നോട്ടിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഉപമ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കണം. എന്തിനാണ് യേശു ഉപമകൾ ഉപയോഗിച്ചത് എന്നുള്ളത് അതിനകത്തൊന്ന് ഗ്രഹിക്കാൻ ശ്രമിക്കുക. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് വായിക്കാം. മർക്കോസ് 4:11. ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പുറത്തുള്ളവർക്കോ സകലതും ഉപമകളാൽ ലഭിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണിത്. അതായത് ഈ ആത്മീയ വിഷയങ്ങളോട് അല്ലെങ്കിൽ ക്രിസ്തു പങ്കുവച്ച ദൈവിക യാഥാർത്ഥ്യങ്ങൾ, സ്വർഗീയ യാഥാർത്ഥ്യങ്ങൾ, ഇവ നമുക്ക് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ ഒരു പ്രത്യേക വേദഭാഗമാണ്. 10-ാം വാക്യം അവരോട് ചേർത്ത് വായിക്കുമ്പോൾ, അനന്തരം അവൻ തനിച്ചിരിക്കുമ്പോൾ അവരോട് കൂടെ ഉള്ളവർ പന്തിരുവരുമായി ആ ഉപമകളെ കുറിച്ച് ചോദിച്ചു. ഇവിടെ പറയുന്ന ഉപമ എന്ന് പറയുന്നത് വിതക്കാരന്റെ ഉപമയാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടതിനെ പറ്റിയുള്ള ഉപമയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. യേശു ഈ ഉപമ ജനത്തോട് പറഞ്ഞതിന് ശേഷം തനിച്ചിരിക്കുമ്പോൾ, മറ്റ് സുവിശേഷങ്ങളോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് നമ്മളതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. യേശു അപ്പോസ്തലന്മാരുമായിട്ട് തനിച്ചിരിക്കുമ്പോൾ അവര് ജനത്തോട് ഉപമകളായി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടെ വിശദീകരണത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് അവരോട് അവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കും, പക്ഷെ പുറത്തുള്ളവർക്ക് സകലവും ഉപമകളാൽ ലഭിക്കുന്നുവെന്ന് പറയുന്നതായിട്ട് കാണാൻ കഴിയും. ശിഷ്യത്വത്തിന് വേണ്ടി ആഗ്രഹിച്ച് ക്രിസ്തുവിന്റെ പിന്നാലെ കൂടെ നിൽക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചും ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം മർമ്മങ്ങളാണ്, മിസ്റ്ററി. ഈ മിസ്റ്ററികൾക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മർമ്മം, വേദപുസ്തകം പറയുന്ന മർമ്മം എന്നുള്ള പ്രയോഗം പൗലോസ് തന്റെ ലേഖനങ്ങളിൽ കുറച്ചുകൂടെ വിശദമാക്കിയിട്ടുണ്ട്. ഇത് സാമാന്യ മാനുഷിക ബുദ്ധികളുണ്ട് ലളിതമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്ത എന്താണ് മർമ്മം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ബുദ്ധി കൊണ്ട് അന്വേഷിച്ച് ദൈവശാസ്ത്രപരമായ പഠനങ്ങൾ നടത്താൻ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ എവിടെയൊക്കെ വന്ന് തട്ടി നിർത്തുന്നുണ്ട്. ഇന്നും ഓരോ വിഷയത്തെക്കുറിച്ച്, ബൈബിൾ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോൾ, ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ജ്ഞാനത്തിലൂടെ അതിനെ സമീപിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു ദൂരം വരെ പോയിട്ട്, അതായത് കുട്ടികൾ ഈ പസിൽസിനകത്ത് നമ്മൾ വഴി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലാവുന്നു? അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ ഒരാളുടെ അടുക്കൽ എത്തിക്കുക, അല്ലെങ്കിൽ ഒരു ജന്തുവിന്റെ പടം കൊടുത്തിട്ട് അതിന്റെ ഫുഡ് അതിനെ പിടിക്കാൻ സഹായിക്കുക എന്നൊക്കെ പറഞ്ഞ് പസിൽസ് നമ്മൾ കാണും. ഇതിനകത്തൊക്കെ കുറെ ദൂരം വന്നു കഴിയുമ്പോൾ ആ വഴി എന്ത് ചെയ്യും? അവിടെ വെച്ച് ബ്ലോക്കായി എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിയിൽ നമ്മൾ അന്വേഷിക്കാൻ പോകുമ്പോൾ എവിടെയെങ്കിലും വന്ന് നമ്മൾ എന്ത് ചെയ്യും?
സത്യത്തിൽ വേദപുസ്തകത്തിൽ കാതലായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, ഈ ദൈവരാജ്യത്തിന്റെ ഈ മർമ്മങ്ങൾ, ഈ യാഥാർത്ഥ്യങ്ങൾ ദൈവം തന്നെ നിശ്ചയിച്ചപ്പെടുത്തി നമുക്ക് വെളിപ്പെടുത്തി തന്നെങ്കിൽ മാത്രമേ അതിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. ഇതാദ്യമേ നമ്മൾ മനസ്സുകൊണ്ട് ഉറയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ വളരെ അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. കാരണം ഒന്നിനും എങ്ങും നമുക്ക് ചെന്നെത്താൻ പറ്റത്തില്ല. ഇനി ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നീളുന്ന അർത്ഥവ്യാപ്തിയാണുള്ളത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവരാജ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ക്രിസ്തു വെളിപ്പെടുത്തിക്കൊണ്ടുവന്ന ദൈവരാജ്യ സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തേക്ക് നീളുന്ന അർത്ഥവ്യാപ്തിയാണുള്ളത്. അപ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് അതിനെ അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ തെറ്റായ വഴിയിലൂടെ ഈ പസിൽ ചെയ്യുന്ന പോലെ ഇരിക്കും. അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? ബ്ലോക്ക് ആവും. പിന്നെ നമ്മൾ ആദ്യമേ തുടങ്ങി ഒരു വഴി കൃത്യമായിട്ടുള്ളത് എന്ത് ചെയ്യണം? കണ്ടെത്തണം. എന്ന് പറയുന്നത് പോലെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ സമീപിക്കുമ്പോൾ കർത്താവ് അപ്പോസ്തലന്മാരോട് പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങൾക്ക് മർമ്മങ്ങളായിട്ട് ലഭിച്ചിരിക്കുവാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ദൈവം തന്നെ തുറന്നു തന്നെങ്കിലേ ഇത് അതിന്റെ പൂർണ്ണതയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം. ഉപമകളിലൂടെ പൊതുജനത്തിന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. സത്യത്തിൽ എന്തിനാ ഉപമകളിലൂടെ ജനത്തോട് യേശു സംസാരിച്ചതെന്ന് ഞാൻ പലപ്പോഴും ചിന്തത്തിലുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശിഷ്യത്വത്തിലേക്ക് വരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് എന്തിനെ കണ്ടിരിക്കുന്നത്. ഈ ഉപമകളെല്ലാം ഉപമകളിലൂടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞ് ജനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ പോലെ ശിഷ്യത്വത്തിലേക്ക് അവർക്ക് അടുത്തു വരാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കർത്താവ് ഈ ഉപമകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട്. ദൈവരാജ്യത്തെ പറ്റിയും ക്രിസ്തീയ ജീവിതത്തെ പറ്റിയും ഒക്കെ കർത്താവ് കാതലായിട്ട് പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ അതിനുള്ള ഒരു മുഖാന്തരമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി യേശുവിന്റെ ഉപദേശങ്ങളെയും ശുശ്രൂഷകളെയും ദൈവത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് വെളിപ്പെടുത്തുക എന്നുള്ളതാണ് അത്ഭുതങ്ങളിലൂടെ. അത്ഭുതങ്ങളുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ദൈവിക ഉപദേശങ്ങളെ ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം വരേണ്ടതിന് വേണ്ടിയാണ് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇനി വേറൊരു കാര്യം, യോഹന്നാൻ എഴുതി നിർത്തുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ഒരു കാര്യം, ശ്രദ്ധേയമായ ഒരു കാര്യം. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ അവസാന അധ്യായം 21-ാം അധ്യായം 25-ാം വാക്യം, യേശു ചെയ്തത് മറ്റു പലതും ഉണ്ട്. അപ്പൊ അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ഐ സപ്പോസ് ഞാൻ നിരൂപിക്കുകയാണ്, അതെല്ലാം എഴുതിയില്ല, മൊത്തം ചെയ്യാൻ ശ്രമിച്ചില്ല. എന്തായിരുന്നാലും യോഹന്നാൻ യേശുവിന്റെ കൂടെ നടന്ന മറ്റ് അപ്പോസ്തലന്മാരെക്കാൾ അധികം യേശുവിന്റെ മാർവോട് ചേർന്നിരുന്നൊരു അപ്പോസ്തലനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇതര സുവിശേഷ കർത്താക്കളെക്കാൾ ആധികാരികമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന കഥലായ കാര്യം, യേശു ചെയ്ത അത്ഭുതങ്ങൾ അല്പ അതിശയോക്തി പോലെ നമുക്ക് തോന്നിയാലും യേശു ചെയ്ത കാര്യങ്ങൾ, പല കാര്യങ്ങളും യേശു ചെയ്തു. ഈ ചെയ്തതെല്ലാം കൂടെ രേഖപ്പെടുത്താൻ, യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്, അതെല്ലാം കൂടെ രേഖപ്പെടുത്താൻ പോയാൽ ആ പുസ്തകങ്ങൾ ലോകത്തിൽ ഒതുങ്ങത്തില്ല എന്നുള്ള നിലയിലുള്ള ഒരു നിരൂപണത്തോടുകൂടെയാണ് യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സുവിശേഷമായിട്ട് ചേർത്തിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോവുകയാണ് നമ്മുടെ വേദപുസ്തകത്തിന്റെ ഓർഡർ അനുസരിച്ച്. അപ്പൊ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, നമുക്ക് കാതലായിട്ട് ഒരു ബേസിക് ആയിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുന്നതിനാവശ്യമായ അടിസ്ഥാനപരമായ ഉപദേശങ്ങളും അത്യാവശ്യം നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിക്കുന്ന ഉപമകളും അതിനായി നമ്മളെ ശക്തീകരിക്കുന്ന അത്ഭുതങ്ങൾ, ഇതാണ് യേശു ക്രിസ്തു തന്റെ ഈ 3.5 വർഷത്തെ ലോക ജീവിതത്തിൽ നമുക്ക് നൽകിയത്. പിന്നെ ഞാൻ
കഴിഞ്ഞ വർഷങ്ങളിൽ എപ്പോഴൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ പഠിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ആവർത്തനമായിട്ട് തോന്നുമെങ്കിലും യേശു കർത്താവ് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തി ചെയ്യാനാണ് ഭൂമിയിലേക്ക് അയാൾക്ക് തർക്കമില്ലല്ലോ. മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ദൈവനിയോഗപ്രകാരമുള്ള ഒരു പ്രവൃത്തി നിർവഹിക്കാനാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക്. പക്ഷെ ഈ വന്നതിൽ 30 വർഷവും യേശു പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിച്ചതായിട്ട് കാണുന്നുണ്ടോ? എത്ര വർഷമാണ് പ്രവർത്തിച്ചുള്ളൂ? 3.5 വർഷം പ്രവർത്തിച്ചു. 30 വയസ്സ് വരെ എന്താ ചെയ്തത് നമുക്ക് എല്ലാമൊന്നും അറിയത്തില്ലെങ്കിലും 12-13 വയസ്സുകളിൽ കർത്താവ് പെസഹ പെരുന്നാളിന് മാതാപിതാക്കളോടുകൂടെ യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ പോയി ഒരു പ്രാവശ്യം ചെന്നപ്പോഴാണ് പിന്നെ പെരുന്നാൾ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മാതാപിതാക്കൾ വിചാരിച്ചു കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഒരു പക്ഷെങ്കിൽ യേശു ഉണ്ടാകും. ചിലപ്പോൾ അവർക്ക് മുൻ അനുഭവം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ യേശുവിന്റെ അപ്പനും അമ്മയും യേശുവിനെ കളഞ്ഞിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന എല്ലാ ചിന്തകളും തീർച്ചയായിട്ടും ആർക്കും ഉണ്ടായിട്ടുണ്ടാവും. യേശുവിന്റെ മാതാപിതാക്കൾക്കും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെങ്കിൽ എന്റെ ഒരു ചിന്ത ഏതാണ്, ഇവർ പതിവായിട്ട് യെരൂശലേമിൽ പെസഹ പെരുന്നാളിന് എന്ത് ചെയ്യും? പോകും. അതുപോലെ ഭക്തിയുള്ള ഒരു കുടുംബമാണ് യേശുവിന്റെ കുടുംബം. അപ്പോ ഇതിനു മുൻ സമയങ്ങളിൽ 1 വയസ്സുകൂടെ കുറവുള്ള കാലത്ത് കഴിഞ്ഞ വർഷം പോയപ്പോഴും അവിടുന്ന് പോകുന്നവർ സ്വന്തമായിട്ടായിരിക്കും പോരുന്നത്. അപ്പോൾ പുറകെ വരുന്ന കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിലൊക്കെ കാണുമെന്നാല് യേശുവിന്റെ മാതാപിതാക്കൾ ചിന്തിച്ചു. എന്നാൽ ആ അന്വേഷണം നടന്നതുകൊണ്ടാണല്ലോ, പോകുന്ന വഴിയിൽ അന്വേഷണം നടന്നതുകൊണ്ടാണ് യേശു കൂടെ ഇല്ല എന്നുള്ളത് അവര് മനസ്സിലാക്കി. അങ്ങനെ തിരിച്ച് ദേവാലയത്തിൽ വന്നപ്പോൾ ഈ സമയത്ത് ലൂക്കോസ് എഴുതുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു, ആ പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ആ വർഷം യേശു എന്ത് ചെയ്തതാണ് കാണുന്നത്? ദേവാലയത്തിൽ തന്നെ തുടർന്നു. പെരുന്നാൾ കഴിഞ്ഞിട്ടും ദേവാലയത്തിൽ തന്നെ തുടർന്നിട്ട് മാതാപിതാക്കളുടെ ചോദ്യം എന്താ പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഉടനടിയുള്ള പ്രതികരണം എന്താ? ഞാനെന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? പിതാവിനുള്ളതിൽ എന്ന് പറയുന്നത് യോസഫിനെ കുറിച്ചല്ല, സ്വർഗസ്ഥനായ ഒരു പിതാവ് തനിക്കുണ്ടെന്നുള്ളത് ആ പ്രായത്തിൽ യേശു തിരിച്ചു. ലോകത്തിലെ പിതാവിനേക്കാൾ വലിയൊരു പിതാവ് ഒന്നുകൂടെ കടന്നു പറഞ്ഞ് യേശുവിന്റെ പിതാവിന്റെ സ്ഥാനത്ത് 100% ആരാണ് നിൽക്കുന്നത്? യോസഫ് ഭൂമിയിലൊരു വളർച്ചയ്ക്കൊരു ഉപാധിയായെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം യേശു മറിയയിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാണ്. അപ്പോൾ ലോകത്തിലെ ബന്ധത്തിനപ്പുറം ഉയരത്തിലൊരു പിതാവുണ്ടെന്ന് തിരിച്ചറിയുന്ന സമയമായിരുന്നു ആ വർഷത്തെ പെരുന്നാളിന് പോയ സമയം. അതിനുശേഷം ഒറ്റ വാക്യമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. തിരിച്ച് മാതാപിതാക്കളോട് വന്ന് അവർക്ക് തിരിച്ച് കീഴ്പ്പെട്ടറിയുന്നു. അത് ആ 12ാമത്തെ വയസ്സിൽ തുടങ്ങി അടുത്ത 18 വർഷം 30 വയസ്സ് വരെ യേശു എന്ത് ചെയ്തു? മാതാപിതാക്കൾക്ക് കീഴടങ്ങി. അതായത് അടുത്ത തന്നെ ദൗത്യമേഖല തിരിച്ചറിഞ്ഞ് താൻ മുന്നോട്ട് ചുവട് വയ്ക്കുന്നത് വരെ താൻ അവിടെ ഇരുന്നു. ഇനി ഞാൻ പറയാൻ വന്നതല്ല, ലോകത്തിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തു ഭൂമിയിൽ വന്നതെങ്കിലും ലോകത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളൊക്കെ നമ്മളെ പോലെ എത്ര പേര് അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെ പോലെ എത്ര പേരുണ്ട്. നാളെ ആ സ്ഥാനത്ത് നമ്മളില്ലെങ്കിൽ ക്ലാസ് അല്ലേ, എല്ലാവരും ഉറങ്ങോ? ക്ലാസ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള സ്ഥലമെന്നാണോ?
ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ പീഡിപ്പിക്കത്തില്ല, പേടിക്കണ്ട. ശാന്തമായിട്ട് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കുക, ഭയപ്പെട്ടിരിക്കല്ലേ. ഉറക്കം വന്നിട്ട് പിടിച്ചിരിക്കാൻ ശ്രമിച്ചിട്ട് വെള്ളത്തിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആർക്കെങ്കിലും ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളും. എല്ലാ ക്ലാസ്സും ചിലപ്പോൾ നമുക്ക് നർമ്മരൂപമാണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം കുറച്ച് ഗൗരവമായ കാര്യങ്ങൾ പറഞ്ഞ് ഇന്ന് നമ്മുടെ ആ ടീച്ചിങ്ങിന്റെ ഭാഗത്തൊക്കെ വരുന്നത് യേശുവിന്റെ ഉപദേശങ്ങളെ എല്ലാം കൂടെ ഓടിയിരിച്ച് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചിന്തനീയമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക. നമ്മളിപ്പോ അക്കൗണ്ട്സ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് നാളെ പിന്നെ പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ പേടി വരുന്ന പോലൊന്നും ഞാൻ പറയുന്നില്ല. നാളെ നമ്മള് അവിടുന്ന് പോകേണ്ടി വന്നാൽ ആ സ്ഥാനത്ത് വേറൊരാള് റീപ്ലേസ് ചെയ്യും. ശരിയല്ലേ? എന്നാൽ കർത്താവ് എന്ന പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിൽ ലക്ഷണ്യ പ്രവൃത്തി നിർവഹിക്കാൻ വന്ന വ്യക്തി എന്നുള്ള നിലയിൽ കർത്താവ് ചെയ്യേണ്ട ശുശ്രൂഷ പകരം ചെയ്യാൻ ലോകത്തിൽ ആരും നിയമിക്കപ്പെട്ടിട്ടുമില്ല, ആർക്കും മറ്റതുമില്ല. പക്ഷെങ്കിൽ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളാരും അകത്തന്മാരായി തീരാൻ വേണ്ടിയല്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കർത്താവ് ഈ 30 വയസ്സ് വരെ ശാന്തമായിരുന്നു. ഇത്രയും വലിയ പ്രവൃത്തികൾ തനിക്ക് ചെയ്യാനുള്ളതെന്ന് താൻ അറിഞ്ഞിട്ടും ഇനിയും നമുക്ക് ചെറിയ ചെറിയ പോരാട്ടങ്ങളേ ഉള്ളൂ. കർത്താവിന്റെ പോരാട്ടം ഡയറക്റ്റ് പിശാചിനോടുള്ള അറ്റായിക്ക. കാരണം പാപം ലോകത്തിൽ വിന്യസിച്ച് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് പ്രവാചകന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് എഴുതി വച്ചിരിക്കുന്നത് തക്കവണ്ണം അതിന്റെ അടിസ്ഥാനപരമായിട്ട് പിശാചിന്റെ അടിമത്തത്തിൽ സർവ മനുഷ്യരും സർവഭൂമിയും കിടക്കുമ്പോൾ അതിൽ നിന്ന് ഈ നഷ്ടപ്പെടുന്ന ജനസമൂഹത്തെ പിടിച്ചെടുക്കുക എന്നുള്ള ശ്രമകരമായ ഉത്തരവാദിത്വം. അത്ര ഗൗരവമായ ഒരു 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 സമീപനം അന്ധകാര ലോകത്തോടുള്ള ബന്ധത്തിൽ, ശത്രുവിനോടുള്ള ബന്ധത്തിൽ, പിശാചിനോടുള്ള ബന്ധത്തിൽ ചെയ്തു തീർക്കാൻ ഉണ്ടായിട്ടും യേശു 30 വയസ്സ് വരെ അത് മോശമല്ലേ കാണിച്ചു? ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ചെയ്തു തീർക്കാൻ വന്ന ആള് അറ്റ്ലീസ്റ്റ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചാണെങ്കിൽ എത്ര വയസ്സിലാണ് പ്രായപൂർത്തിയാകുന്നത്? അതാട്ടോ ഇതൊന്നും പലരും പറയുന്നുണ്ട്. എന്തായാലും ആയിക്കോട്ടെ, ഞാനിനി അതിനകത്തൊരു പുതിയ അഭിപ്രായം പറയുന്നില്ല. 18-നും 21 വയസ്സിന് ഇടയിൽ പ്രായപൂർത്തിയാകുമെന്ന് വിചാരിക്കുക. അത്രയും വർഷം കൂടെ മുന്നേ ഇറങ്ങിയാൽ അത്രയും പേരെയും കൂടെ രക്ഷിക്കരുത്. നമ്മുടെയൊക്കെ പല ശ്രമങ്ങളും കണ്ടാൽ ഇങ്ങനെയൊക്കെയാ തോന്നുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഗൗരവമായ കാര്യം പറയാം. നമ്മുടെ കൺസേണും നമ്മുടെ കടന്നുള്ള ഓട്ടം കൊണ്ടൊന്നും അല്ല ദൈവരാജ്യത്തിന്റെ വ്യാപനം നടക്കും. അത് തെളിയിക്കാനാ കർത്താവ് അത്രയും നാള് ശാന്തമായിരുന്നു. ഇനി 3.5 വർഷം കർത്താവ് ഭൂമിയിൽ പ്രവർത്തിച്ചു. കൂടെ 12 പേരെ ശുശ്രൂഷ കാലയളവിൽ ചേർത്ത് നിർത്തി. ഒരു രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിച്ചിട്ട് ശിഷ്യന്മാരെ അടുക്ക വെച്ചിട്ട് അതിനകത്ത് നിന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. കർത്താവിന്റെ കൂടെ മെയിനായിട്ട് 3 ഗ്രൂപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു പറഞ്ഞില്ലായിരുന്നു? ഒന്നാമത്തെ ഗ്രൂപ്പ് അപ്പോസ്തലന്മാർ, രണ്ടാമത്തെ ഗ്രൂപ്പ് ശിഷ്യന്മാർ, മൂന്നാമത്തെ ഗ്രൂപ്പ് പുരുഷന്മാർ. മെയിനായിട്ട് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് അവരെ തിരിക്കാം. യേശുവിന്റെ പിന്നാലെ ഉണ്ടായിരുന്ന ആളുകളെ. അപ്പോസ്തലന്മാരെല്ലാവരും ശിഷ്യന്മാരായിരുന്നു. പക്ഷെങ്കിൽ ശിഷ്യന്മാരെല്ലാവരും അപ്പോസ്തലന്മാർ അല്ലായിരുന്നു. അത് ഉറപ്പിച്ചോണം. ഇത് തമ്മിൽ കൺഫ്യൂഷൻ ആയി പോയി. പക്ഷെ ചിലർക്ക് അപ്പോസ്തലന്മാർക്ക് വേറെ പുസ്തകത്തിൽ എന്തേ പേര് പറഞ്ഞിട്ടുള്ളൂ, ശിഷ്യന്മാരെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. അപ്പോസ്തലന്മാർക്ക് പ്രത്യേകം നിയമിക്കപ്പെട്ടവരായി തിരഞ്ഞെടുക്കപ്പെട്ടവരായി 12 പേര് കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു. ഇവരെ പ്രത്യേക ചില ദൗത്യങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. ദൗത്യത്തെക്കാൾ കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചത് ഇവരെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ഏറ്റവും വലിയ പ്രവൃത്തി. ഒന്ന് രൂപപ്പെടുത്തി, ഒന്ന് രൂപാന്തരപ്പെടുത്തി എടുക്കുക എന്നുള്ളതായിരുന്നു കർത്താവ് ചെയ്തത് ഏറ്റവും വലിയ പ്രവൃത്തി. എന്ന് പറഞ്ഞാൽ ഒരു ശില്പിയുടെ ഒരു കല്ല് കിട്ടിയാൽ അതിനെ ചെത്തി മിനുക്കി അതിനകത്തുനിന്ന് ഒരു രൂപത്തെ പുറത്തു കൊണ്ടിരുന്നത് പോലെ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തു. ഇത് 3.5 വർഷം എടുത്തിട്ട് ഒന്നും ആയില്ല. അതാ വേറെ വലിയ കഷ്ടം. 3.5 വർഷം കൂടെ കൊണ്ട് നടന്നിട്ടും
എന്തിനാ പാസ്റ്ററെ, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം, പാടണം, വചനം വായിക്കണം, ദൈവത്തോട് അടുത്തിരിക്കണം, ആരാധിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ രഹസ്യം എന്താണെന്ന് പണ്ട് എനിക്കറിയത്തില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ പറയുകയും ആൾക്കാരെ കൊണ്ട് ജയിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ എന്താണെന്നറിയാമോ, ഈ കൂടെ നടന്ന 3.5 വർഷം നടന്ന പുള്ളികളുടെ ലാസ്റ്റിൽ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ മെജോറിറ്റി ആൾക്കാരും 11 പേരിൽ 7 പേരും പടവും വലയും എടുത്തോണ്ട് ഇങ്ങനെ പിടിക്കും. പിന്നെ വേദപുസ്തക ചരിത്രത്തിൽ സന്തോഷിക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. മടക്കിക്കൊടുക്കാൻ കർത്താവ് അധികം ശ്രമിക്കുന്നുണ്ട്. രക്ഷപ്പെടാനും മടക്കിക്കൊടുക്കാൻ ആദ്യം പാഴായും ശൂന്യമായിരുന്ന ഭൂമിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് കർത്താവിന്റെ ഭരണം വേണ്ടെന്ന് പറഞ്ഞ് മനുഷ്യന്റെ ഭരണം വേണമെന്ന് പറഞ്ഞ് 19-21 രാജാക്കന്മാര് 2 രാഷ്ട്രമായിട്ട് വിഭജിച്ച് ഭരണം നടത്തി എല്ലാം മുടിച്ച് തേച്ച് നാശമാക്കി കുറെ അശൂരികാരെയും കൊണ്ടുപോയി, കുറെ ബാബിലോൺകാരെയും കൊണ്ടുപോയി, എല്ലാം തീർന്നു കഴിഞ്ഞിട്ടും ദൈവം ഇപ്പോഴും ഇസ്രായേലിനെ എന്ത് ചെയ്യും? സ്നേഹിച്ച് മടക്കിക്കൊടുക്കാൻ. വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് നമ്മളെ അകന്നു പോയെങ്കിൽ മടങ്ങി വരാൻ ദൈവം കാത്തിരിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ മാത്രമാണ്. എപ്പോഴും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. മടങ്ങി വരവ് അല്ലെങ്കിൽ നമ്മുടെ ആ സമീപനം, വരവും മടങ്ങി വരവ്, ഇത് രണ്ടും ദൈവത്തിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. വരവ് എന്താ? വരവ്, ഞാൻ നിന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നു കർത്താവ്, നിന്നോട് ചേർന്ന് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഞാൻ മനസ്സ് വെച്ച് സത്യം അന്വേഷിക്കാനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ, കർത്താവിനെ പിൻപറ്റാനുള്ള ഒരു ശ്രമം എന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ 100% എന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആരുണ്ട്? കർത്താവ്. ഇനി ഞാൻ ദൈവത്തിൽ നിന്നും മാറിപ്പോയി, കർത്താവെ എനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു മടങ്ങി വരാൻ ആഗ്രഹിച്ചാൽ പൂർവാവസ്ഥയിലേക്ക് തിരികെ എടുക്കാൻ ദൈവം താല്പര്യപ്പെടുന്നു എന്നുള്ളത് വേദപുസ്തകം. 2 ഭാഗത്ത് നമ്മുടെ ഭാഗത്ത് നിരീക്ഷിച്ചു ഉണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ മടങ്ങി വരാം. യേശുക്രിസ്തു ഈ 30 വർഷം ജനിച്ച സമയം മുതൽ ശുശ്രൂഷയ്ക്ക് ഇറക്കുക മൗനമായിട്ടിരുന്നു. അത് വെറുതെ സമയം കളഞ്ഞതല്ല. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തോന്നിയോ അത്രയും സമയം നഷ്ടമാക്കി. ഞാൻ ഇടയ്ക്ക് പലരും ചിന്തിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഇത്രയും വലിയ പ്രവൃത്തി ചെയ്യാൻ വന്നിട്ട് കർത്താവ് അത്രയും സമയം വേസ്റ്റ് ആക്കി കളഞ്ഞില്ല. 21-ാമത്തെ വയസ്സിൽ ഇറങ്ങിയായിരുന്നെങ്കിൽ പിന്നെ ഒരു 10-12 വർഷം കൂടെ ടോട്ടൽ ശുശ്രൂഷ ചെയ്യാറുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ യേശുവിന്റെ പ്രവൃത്തികളെല്ലാം കൃത്യ സമയത്തായിരുന്നു. ആരും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. എല്ലാത്തിനും ഒരു സമയമാണ്. യേശുവിന്റെ ജീവിതം പഠിച്ചിട്ട് ഉപദേശങ്ങളെ കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകത്തുള്ളൂ. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ നോട്ടിനാക്കുള്ള യേശുവിന്റെ ജീവിതം പഠിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ കിടന്ന് കൈയും കാലോട്ട് അടിക്കുന്നത് കൊണ്ടോ, നമ്മൾ കിടന്ന സമയം പോയെന്ന് പറഞ്ഞ് ബേജാറാകുന്നതുകൊണ്ടോ, കഴിഞ്ഞ ആഴ്ച സമയത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ഒബാമയ്ക്കുള്ള സമയവും നമുക്കുള്ള സമയം പറഞ്ഞായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാതലായിട്ടുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. വെറുതെ സമയം കളയേണ്ടി വരത്തില്ല. ഏതാ ഉള്ള സമയം കൂടെ വെറുതെ കളയേണ്ടി വരത്തില്ല. അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചാൽ യേശുവിനെ അനുസരിച്ച് പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിനൊരു നിർണയമുണ്ട്. തലവരെയല്ലത്. നമ്മൾ ദൈവത്തിന്റെ പാതയിൽ നടക്കാൻ നമ്മൾ ആഗ്രഹിച്ചാൽ തന്റെ വഴിയിലൂടെ കൃത്യസമയം കൊണ്ടുപോകാൻ കർത്താവ് ആഗ്രഹിക്കും. തെളിവെന്താണ്? യേശുക്രിസ്തു വന്നപ്പോൾ യോഹന്നാൻ എടുപ്പിച്ചെന്ന് ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. യോഹന്നാനെ ഇല്ലാണ്ട് 3-ാമത്തെ റോയില് 4-ാമതിരിക്കുന്ന ആളാണ് അല്ലെ യേശു. ആൾക്കാരൊക്കെ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ പുള്ളിയെ വിളിച്ചിട്ട് ചെവി പറയണം, അടുത്ത ദിവസം സമയമുള്ളപ്പം വരണം, എനിക്ക് പിന്നെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തി ഒരു പുതിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കാനുണ്ടെന്നൊന്നും ഭൂമിയിൽ ആരും എന്ത് ചെയ്തില്ല. യോഹന്നാനോട് പറഞ്ഞു കൊടുത്തില്ല. പക്ഷെ കറക്റ്റ് ടൈം ആയപ്പോൾ യേശു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. യോഹന്നാൻ ശുശ്രൂഷിക്കുന്ന യോർദാന്റെ കരയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കെന്നുള്ള നിലയിൽ യോഹന്നാൻ നിന്ന സ്ഥലത്ത് യേശു വരികയും
ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിങ്ങളുടെ ഇടയിലുണ്ട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരുത്തൻ നിൽപ്പുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞ് അവ്യക്തത കൂടാതെ, സംശയം കൂടാതെ യോഹന്നാനൻ യേശുവിനെ ലോകത്തിന് എന്ത് ചെയ്തു? പരിചയപ്പെടുത്തി കൊടുത്തു. ഇതൊന്നും ഭൂമിയിൽ നിന്നുള്ള അറിവല്ല. ഭൂമിയിൽ നിന്നുള്ള ഏറ്റവും വലിയ അറിവ് കിട്ടുന്നത് അപ്പന്റെ. അപ്പൻ നിൽക്കുന്ന എവിടെ? യോഹന്നാന്റെ അപ്പൻ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷക്കാരനായിട്ട് ഇപ്പോഴും നിൽക്കുക. അപ്പോൾ ആ സമയത്ത് യോഹന്നാൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് നിയോഗങ്ങൾ കൊടുത്ത് എല്ലാം വ്യക്തമാക്കി കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചത് ദൈവത്തിനെ രക്ഷിക്കാൻ, നമ്മളെ ഒരു സെക്കൻഡ് കൊണ്ട് രക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. നമുക്ക് നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊരു മാതൃക തരേണ്ടതിന് വേണ്ടിയാണ് യേശു ഇവിടെ കഷ്ടപ്പെട്ട്. നമ്മുടെ യേശുവിന്റെ കഷ്ടപ്പാടിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. ഒന്ന്, ലോകത്തെ രക്ഷിക്കാൻ വന്ന. രണ്ടാമത്തെ, ശത്രുവിന്റെ പ്രവൃത്തികളോടുള്ള ഏറ്റവും വലിയ പോരാട്ടം. മൂന്നാമത്തെ കാര്യം, ഈ പാപം ഇല്ലാത്തൊരുത്തൻ പാപം നിറഞ്ഞ ഈ ലോകത്തിനകത്ത് ജീവിക്കണമെങ്കിൽ ശരിക്കും അതിനെന്ത് ചെയ്യണം? അങ്ങനെ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ ഈ നിലയിലെല്ലാം വില കൊടുത്താണ് യേശു തന്നെ ശുശ്രൂഷ ചെയ്തെങ്കിലും ടൈം ഒരിക്കലും എന്ത് ചെയ്തില്ല. ഇനി തെളിവ് വേറെന്ന് പറയാം. ആദ്യത്തെ അത്ഭുതം ചെയ്യുന്ന വീട്ടിൽ യേശുവിന് സമയം മാറിപ്പോയില്ല എന്നുള്ളതിന് കൃത്യമായിട്ട് ഞാൻ പറയാം. 30 വർഷം വെറുതെ ഇരുന്നത് കൊണ്ട് കുഴപ്പമൊന്നും പറ്റിയില്ല. കറക്റ്റ് ടൈമിൽ തന്റെ പ്രവൃത്തി യേശു ചെയ്തു തികച്ചു. അപ്പോൾ എന്തിനാ പാസ്റ്റർ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് ഞാൻ മറുപടി പറയാം. കൂടുതൽ നമ്മൾ ടെൻഷൻ എടുത്ത് ജീവിതത്തിലെ, ജോലി കാര്യങ്ങളിലെ, കുടുംബത്തിലെ, ജീവിത വഴികളിലെ വെറുതെ ടെൻഷൻ എടുത്ത് എങ്ങനെ ആകും, എന്താകുമെന്ന് വ്യാകുലപ്പെടുന്നതിന് പകരം ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിർണയം എന്താണെന്നുള്ള ദൈവശബ്ദം കേൾക്കാൻ നമ്മൾ പരിശീലിച്ചാൽ നമ്മുടെ പ്രവൃത്തികളൊന്നും അപൂർണമാകത്തില്ല. കറക്റ്റ് സമയത്ത് ദൈവം ആലോചന തന്ന ദൈവം നടത്താൻ വിശ്വസിക്കും. പിന്നെ മറ്റുള്ളവരോട് ആലോചന ചോദിക്കുന്നതിനേക്കാൾ നമ്മൾ പരിശീലിക്കേണ്ടത് ദൈവത്തോട് നേരിട്ട് ബന്ധപ്പെടാൻ. അത് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. കാരണം പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് പറ്റിയത് ഈ ദൈവഹിതമാരായാൽ സ്വന്തമായിട്ട് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥനാ മുറിയിൽ ഇരുന്ന് ആലോചന പ്രാപിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് ഒട്ടുമുക്കാൽ ആൾക്കാർ മറ്റുള്ളവരോട്, ഞാൻ വിസ്താര ഭയത്താൽ അത് അങ്ങനെയുള്ള വിഭാഗങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല, അവരെ വേണം നമുക്ക്, അവരില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇന്നവരോടൊക്കെ ചോദിച്ചെങ്കിലും നമുക്ക് കാര്യം നടക്കത്തുള്ളൂ. വേണ്ട, ഇന്ന് രാത്രി ഞാൻ പറയാം, അപ്പനും മകനും എന്നുള്ള യഥാർത്ഥ ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൃപാസനത്തോട് അടുത്തിരുന്ന് ആലോചന ചോദിച്ച് ദൈവിക ഗൈഡൻസ് മുമ്പോട്ട് പോകാൻ ഒരു സന്തോഷവും വേണ്ട. ദൈവത്തോട് സ്വാതന്ത്ര്യത്തോട് നാം അടുത്തില്ല. ദൈവം വെളിപ്പെടുത്തി തരാൻ ശക്തനാണ്. ഈ വെളിപ്പാടിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം മർമ്മങ്ങളാണ്. അതിന് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് അപ്പുറത്തൊരു തലമുണ്ട്. യേശുക്രിസ്തു തന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ 3.5 വർഷം കൊണ്ട് തികയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു സമയമുണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഉദാഹരണം, 1-ാമത്തെ അത്ഭുതത്തിന്റെ സമയത്ത് അമ്മ വന്ന് പറയുന്നു, മോനെ ഇവർക്ക് വീഞ്ഞ്. യേശു ചോദിക്കുന്നു, സ്ത്രീ എനിക്ക് നിനക്ക് തമ്മിൽ എന്താ? അടുത്ത വാചകം, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാനാവിലെ കല്യാണ വീട്ടിലുണ്ടെങ്കിലും കർത്താവ് അവിടെ ആ വീട്ടിൽ പ്രസന്റ് ആണെങ്കിലും അവരുടെ കലവറയ്ക്കകത്ത് വീഞ്ഞ് തീർന്നെങ്കിലും നിങ്ങൾ എന്നോട് പറഞ്ഞു. അപ്പൊ നമ്മൾ സമയത്തിന്റെ കാര്യം പറഞ്ഞു വരുന്നതിന്റെ വെളിച്ചത്തിൽ ബൈബിൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നോട് പറ. ദൈവത്തിന്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു പർട്ടിക്കുലർ നിമിഷമുണ്ട്. മനസ്സിലാവുന്നുണ്ട്? യേശു ഓൾറെഡി കാനാവിലെ വീട്ടില് സന്നിഹിതനായിട്ടുണ്ട്. അവരുടെ കലവറയ്ക്കകത്ത് വീഞ്ഞു തീർന്നെന്നുള്ള ഇൻഫർമേഷൻ ആർക്ക് കിട്ടി? യേശുവിന് കിട്ടി. എന്നിട്ടും യേശു പറയുകയാണ്, എന്റെ നാഴിക അന്തസ്വന്തം. ഒരത്ഭുതം
പെർഫോം ചെയ്യാൻ. ഇത് രണ്ടും സംഭവിച്ചിരിക്കുക. യേശു ആ വീട്ടിലുണ്ട്. രണ്ടാമത്തെ കാര്യം, അവരുടെ കലവറയിൽ വീഞ്ഞ് എന്ത് ചെയ്തു? തീർന്നു. വിളമ്പിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് തീരുന്നത്. മനസ്സിലാവുന്നു? അവിടെ ഉണ്ടാകുന്ന ഓരോ ഗ്യാപ്പും ആ കുടുംബത്തിന്റെ അഭിമാനത്തെ ബാധിക്കുന്നതാണ്, അല്ലേ? അടുത്ത ഒരാളുടെ ഭാഗത്ത് ഇച്ചിരി വീഞ്ഞ് തരാൻ ഒരാൾ അവിടെ നിന്ന് പറയുമ്പോൾ അകത്തുനിന്ന് കൊണ്ട് സെർവ് ചെയ്യാൻ സാധനം ഇല്ല, തീർന്നെന്നുള്ളത് കറക്റ്റ് ടൈമിൽ മറിയ പുറത്ത് വന്ന് യേശുവിന് ഇൻഫർമേഷൻ കൊടുത്തെങ്കിലും യേശു പറയുന്ന വാചകം ശ്രദ്ധേയമാണ്. എന്റെ നാഴിക ഇതുവരെ വന്നിട്ട്. അപ്പോൾ ദൈവത്തിന് ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് വരെ ദൈവത്തിന് ഇമ്പോർട്ടന്റ്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർത്തോണം, അവരുടെ അഭിമാന പ്രശ്നം ഒരിക്കലും അത് ദുരഭിമാനമായി പോകേണ്ട വന്നില്ല. വന്നില്ല. ദുരഭിമാനമായി പോയില്ല എന്ന് മാത്രമല്ല, ആ ദേശത്ത് അതുപോലെ അഭിമാനിക്കത്തക്ക ഒരു കുടുംബം വേറെ ഇല്ലാത്ത വിധത്തിൽ കർത്താവ് അത് പരിഹരിച്ചു കൊടുത്തു. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ചിലപ്പോ മനസ്സിലായി, കലവറയ്ക്കകത്ത് വീഞ്ഞ് തീർന്നപ്പോ വീഞ്ഞ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ഇങ്ങനെ അന്തരീക്ഷത്തിലൊന്ന് വീശിയായിരുന്നെങ്കിൽ അവിടെ വീഞ്ഞ് സൃഷ്ടിക്കാതെ അറിയില്ലയോ? ഇനി ആ കലവറയ്ക്കകത്ത് പോകണ്ട. കർത്താവ് ഇവിടെ സന്നിഹിതനാണല്ലോ. അവിടെ ഇരുന്നുകൊണ്ട് ആരുടെയൊക്കെ ഗ്ലാസിൽ വീഞ്ഞ് കുറവാണെന്ന് കാണുമ്പോൾ അവിടെയൊക്കെ കർത്താവ് ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. കാരണം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് കർത്താവ് ഈ ഭൂമിയെ മൊത്തവും പ്രപഞ്ചത്തെ മൊത്തവും. അപ്പോഴാണോ ഇങ്ങനെ ഒരു ഗ്ലാസ് വീഞ്ഞില്ല? നമ്മുടെയൊക്കെ ആ ഒരു വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ ഭാരം കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഉൾപ്പെടെ നമ്മുടേതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടേതാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു വിഷയം വരുമ്പോൾ നമ്മുടെയൊക്കെ ഭാരം കണ്ടു കഴിഞ്ഞാൽ കർത്താവിന് ഭൂമിയെയും പിന്നെ പ്രപഞ്ചത്തെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഈ കാര്യത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പുള്ളിക്ക് പാടും എന്നുള്ള നിലയില നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മുടെ മനോഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ഭൂമിയൊക്കെ ഉണ്ടാക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു, പ്രപഞ്ച ഗോളങ്ങളെ സൃഷ്ടിക്കാൻ ഒരു വാക്ക് മതിയായിരുന്നു. അതൊക്കെ ശരിയാവാത്ത. പക്ഷെ എന്റെ ഈ വിഷയത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ പുള്ളിക്ക് അത്ര പറ്റത്തില്ല എന്നുള്ള നിലപാട് ഇന്ന് രാത്രി കളഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ സമയം ഒന്നൊരു വിഷയമല്ല, സമയദൈർഘ്യം ഒന്നൊരു വിഷയമല്ല. രാത്രി കർത്താവ് മരിക്കുമ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുത്ത് പറഞ്ഞ ക്രൂശിലെ മൊഴികളിൽ അവസാനമായി പറയുന്ന മൊഴി നിവൃത്തിയായി എന്നുള്ളത്. ക്രൂശിലെ മരണത്തിൽ അവസാനമായിട്ട് യേശു പറഞ്ഞ മൊഴി എന്താണ്? നിവൃത്തിയായെന്ന് പറഞ്ഞ മൊഴി. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഈ ഭൂമിയിൽ വന്ന് തീർക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യം എന്ന് യേശു പറഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. 30 വർഷം യേശു വെയിറ്റ് ചെയ്തത് ഒരിക്കലും നഷ്ടമായില്ല. ഇഷ്ടമായി 3.5 വർഷം കൊണ്ട് ദൈവരാജ്യത്തിന്റെ പ്രവൃത്തിയെ യേശു തികയ്ക്കുവാനിടയായി. അപ്പോൾ ഓരോ കാര്യത്തിന്റെ ഡ്യൂറേഷൻ നല്ല വിഷയം, എത്ര ദൈർഘ്യം എന്നുള്ളതല്ല വിഷയം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു വിഷയം, ആ ദൈവത്തിന്റെ സമയമായോ എന്നുള്ളതായിട്ടുള്ള വിഷയം. അപ്പൊ നമ്മൾ അറിയേണ്ടത് വിഷയത്തിന്റെ മറുപടിയെ അറിയുന്നതിനേക്കാൾ നമ്മൾ അറിയേണ്ടത് എന്താണ്? കർത്താവിന്റെ പ്രവൃത്തിയുടെ സമയമാണ്. അത് അറിഞ്ഞ് നമ്മുടെ മനസ്സ് സ്വസ്ഥമാണ്. അതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായത്. അല്ലെങ്കിലുള്ള വിഷയം ദൈവത്തിന്റെ സമയവും കാര്യങ്ങളും അറിയാൻ പറ്റിയില്ലെങ്കിൽ അവിവേകപൂർണമായ സമീപനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും മേൽത്തരമായതിനെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ട് നഷ്ടമാക്കി കളഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. സ്വന്തം ബുദ്ധിക്കനുസരിച്ച് താൽക്കാലിക ലാഭത്തിന് വേണ്ടി കാര്യങ്ങൾ. ഏശാവിനെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ അഭക്തൻ എന്ന വേറൊരു ഒരു മൂടിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനാകരുതെന്നാണ്. അപ്പൊ നോക്കുന്നത് എന്തോ ദൈവത്തിന്റെ വരവത്തിൽ. അപ്പൊ താൽക്കാലികമായ ചില സന്തോഷത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ നിത്യമായി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്ന ദൈവികമായ പ്രവൃത്തികളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള സന്ദേശം പറയുന്നത്. അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു സമയമുണ്ടോ? അത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്.
ഏറ്റവും വലിയ കാര്യം. ആദ്യത്തെ അത്ഭുതം തുടങ്ങി എല്ലാത്തിനും ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു സമയമുണ്ടായിരുന്നു. അത് യേശു ക്രിസ്തു ആ ഭൂമിയിൽ നിവർത്തിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. യേശുവിന്റെ ദൈവത്തെ പറ്റിയുള്ള യേശു വെളിപ്പെടുത്തിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലെ. ദൈവത്തെ പറ്റി യേശു വെളിപ്പെടുത്തിയത് പിതാവായിട്ടാണ്. നമ്മുടെ കാര്യങ്ങളെ സാധിച്ചു തരുന്ന ഒരു അഭൗമ വ്യക്തിത്വമായിട്ടല്ല യേശു ദൈവത്തെ വെളിപ്പെടുത്തിയത്. യേശു ദൈവത്തെ വെളിപ്പെടുത്തിയത് ഫാദറായിട്ട്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ടത്, നമുക്ക് നമ്മുടെ ആത്മീയ സമൂഹത്തിന് പറ്റിപ്പോയ ഒരു പരാജയവും നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളുടെ ആകത്തുക എടുത്താൽ ദൈവത്തെ വെളിപ്പെടുത്തുന്ന നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തന്ന് ഈ ലോകത്തിൽ എത്രയും ബെറ്ററായിട്ട് സുഗമമായിട്ട് നമ്മളെ നയിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഉപാധി. നമ്മുടെ എല്ലാ പ്രസംഗങ്ങളിലും നമ്മൾ എവിടെ കേട്ടാലും ഇതിനു വേണ്ടിയാ ദൈവം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും നടത്തി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ ഒരു പരുവത്തിന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഉപാധി. അതിനപ്പുറം ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത് ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെയാണ് വെളിപ്പെടുത്തിയത്. തന്റെ സുവിശേഷങ്ങളിൽ മൊത്തം യേശു വെളിപ്പെടുത്തിയത് ഒരു പിതാവിനെയാ, സ്വർഗീയ പിതാവിനെയാ. അതുകൊണ്ട് ആ പിതൃപുത്ര ബന്ധമാണ് വലുത്. അതിലേക്ക് വരാൻ നമ്മൾ വിശ്വത്വത്തിൽ ഓരോ ദിവസവും പുത്രത്വം നമുക്ക് ലഭിച്ചു. പക്ഷെ അത് നമ്മൾ അതിലേക്ക് വളരണം. ഒരു വീട്ടിൽ ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവിടുത്തെ സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ആകത്തില്ല. അപ്പൊ സ്വർഗരാജ്യത്തിൽ ചെന്ന് സ്വത്ത് കൈകാര്യം ചെയ്യണം. ദൈവിക കരുതൽ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ വിശുദ്ധ ജീവിതം വെച്ചിരിക്കുന്ന അതിനുവേണ്ടി ആ വിശുദ്ധത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? വളരണം. വളർന്നിട്ട് പക്വതയിലെത്തണം. എത്തിയെങ്കിൽ മാത്രമേ മക്കളെങ്കിലും നമ്മൾ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കും. അപ്പോൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ ദൈവമക്കളാകുവാൻ അധികാരം വന്നിരിക്കും. പക്ഷേ ഇത് അധികാരം ഉണ്ടായതുകൊണ്ട് എന്റെ പിതാവിന്റെ പേരിന്റെ ഭാഗവും കൂടെ ചേർത്തുകൊണ്ട് ജനിച്ചതിന്റെ അടുത്ത ആഴ്ചയിൽ നമുക്ക് പേരിട്ടു. അതുകൊണ്ട് ഞാൻ അത് അവകാശങ്ങളെല്ലാം കൈക്കൊള്ളാൻ പ്രാപ്തനായോ? ഇല്ല. തെളിയിക്കപ്പെടണം. എന്റെ ബുദ്ധിയിലും എന്റെ വളർച്ചയിലും ഇത് കൈകാര്യം ചെയ്യാൻ ഞാൻ പ്രാപ്തനാണെന്ന് എന്റെ പിതാവിന് തെളിയിക്കപ്പെട്ട് അതിന്റെ പക്വത എത്തുമ്പോൾ അതിന്റെ കറക്റ്റായിട്ടുള്ള വഴിത്തിരിവുകളിലേക്ക് എന്ത് ചെയ്യും? ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പല കാര്യങ്ങളും നമ്മൾ കിടന്ന് തലവെട്ടി കിടന്ന് പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്തതിന്റെ കാരണം വേറൊന്നുമല്ല. ഒന്നാമത്തെ പ്രശ്നം ഞാനിപ്പോ പറഞ്ഞതുപോലെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നതും നമ്മൾ അറിയുന്നതും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇഷ്ടവും കാര്യസാധ്യം നടത്തുന്ന ഒരു ദൈവത്തെ മതി. അതിനപ്പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ദൈവം ദുഃഖിക്കുക. കാരണം എന്റെ കാര്യങ്ങളെ സാധിച്ചു തരാൻ ഒരാൾ കാര്യസ്ഥാനത്തിന് വേണ്ടി എന്റെ അടുത്ത് വന്നാൽ, ഞാൻ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഒരാൾ കാര്യസ്ഥാനത്തിന് വേണ്ടി എന്റെ അടുത്ത് വന്നാൽ ഒരു പ്രാവശ്യം ഞാൻ സാധിപ്പിച്ചു കൊടുക്കും ഒഴിവാക്കാൻ വേണ്ടി. രണ്ടാമത്തെ പ്രാവശ്യം അല്പം കൂടെ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചു. മൂന്നാമത്തെ പ്രാവശ്യം എന്റെ അടുത്ത് കാര്യസ്ഥാനത്തിന് വേണ്ടി മാത്രമാ ഇദ്ദേഹം വരുന്നെങ്കിൽ ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തി ഇദ്ദേഹത്തെ എന്ത് ചെയ്യും? ഒഴിവാക്കും. സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ കാര്യസ്ഥാനത്തിന് വേണ്ടി പോകരുത്. അപ്പനെന്നുള്ള നിലയിൽ, മകനെന്നുള്ള നിലയിൽ, മകളെന്നുള്ള നിലയിൽ ആ പൂർണ്ണ ബന്ധത്തിൽ അങ്ങോട്ട് ചെന്നിട്ട് ദൈവത്തിന്റെ അടുക്കൽ ജീവിച്ചാൽ സമയമാകുമ്പോൾ തരേണ്ടത് അങ്ങോട്ട് അധികം പറയാതെ ഇങ്ങോട്ട് തരും. ഇനി ആ പക്വതയിലേക്ക് എത്താത്തതിന്റെ വെളിച്ചത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ പക്വതയിലെത്തിയെന്ന്. എന്നാൽ ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പക്വത ഇല്ലെങ്കിൽ ദൈവം അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ദേവദാസന്മാർ പറയുന്നത് നിങ്ങളൊക്കെ പ്രസംഗങ്ങളിലൂടെ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു കുഞ്ഞ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി കിടന്ന് ബഹളം വെച്ചാൽ നമ്മളെടുത്ത് കൊടുക്കത്തില്ല, തീരെ കൊച്ചു കുഞ്ഞാണെങ്കിൽ. കാരണം എന്തുകൊണ്ടാണ്? നമുക്കറിയാം അവൻ അത് എടുത്ത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി അവന് ഇല്ല. ഇല്ലാത്തത് കൊണ്ട് എന്തുണ്ടാവും? അപകടം ഉണ്ടാകും, മുറിവുണ്ടാകും. സത്യത്തിൽ ദൈവവും പല കാര്യങ്ങളും നമ്മൾ കിടന്ന് രാവിലെ വൈകോളം പ്രാർത്ഥിച്ചിട്ടും അത് തരാതിരിക്കുന്നത് ദൈവത്തിന്റെ കാര്യശേഷിയുടെ കുറവോ ദൈവത്തിന്റെ അറിവിന്റെ കുറവോ. പലതും നമ്മൾക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള ആ ദൈവികമായ ആത്മീയമായ ആ ശരിയായ കാഴ്ചപ്പാട് നമ്മൾ അതിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് പല കാര്യങ്ങളും ദൈവം വെയിറ്റ് ചെയ്യും. ഒരു കാര്യം പറയാം, ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ ആരെ മസിൽ പിടിക്കുന്ന ദൈവമൊന്നുമല്ല. ദൈവം തരാനുള്ളത് തരും, അതിന് യാതൊരു സംശയമില്ല. അതോർത്താനും ഭാരം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് തെളിയിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
അവകാശിയാകാനുള്ള ഒരു യോഗ്യത നമ്മൾ എപ്പോഴും തെളിയിക്കണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിത കാലയളവിലെ ശുശ്രൂഷയിലെ ഏറ്റവും അതിപ്രധാനമായ ഉപദേശങ്ങളെ ക്രോഡീകരിച്ച് പറയുന്ന ഭാഗമാണ് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം. അതിന് ഒരു തലക്കെട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അതിന്റെ പേര് ഓൾറെഡി കൊടുത്തിട്ടിരിക്കുകയാണ്, ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണം എന്ന് പറയാൻ കാരണം അവൻ പുരുഷാരത്തെ കണ്ടാൽ മലമേൽ കയറി എന്ന് പറഞ്ഞാണ് 5-ാം അധ്യായം മത്തായി സുവിശേഷം ആരംഭിക്കുന്നത്. അവൻ പുരുഷാരത്തെ കണ്ടാതെ മലമേൽ കയറി അവിടെ ഇരുന്ന ശേഷം ശിഷ്യന്മാർ ആരടുത്ത് വന്ന് ശിഷ്യന്മാർ അടുത്തത് അവൻ തിരുവായി മുന്നിൽ അവരോട് ഉപദേശിച്ചു. ജനത്തോട് യേശു ഉപമകളിലൂടെയൊക്കെ പ്രസംഗിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പക്ഷെ ശിഷ്യന്മാരെ അടുത്ത് പിടിച്ച് കാതലായ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ശിഷ്യന്മാരായി അല്ലെങ്കിൽ തന്നെ ഫോളോ ചെയ്യാൻ തീരുമാനമെടുത്ത പ്രിയപ്പെട്ടവരെ അടുത്തിൽ വിളിച്ച് പുരുഷാരത്തെ കണ്ടാതെ യേശു മലമേൽ കയറി ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരോട് പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളാണ് മത്തായി സുവിശേഷം 5, 6, 7 നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്തെല്ലാം കർത്താവ് പറയുന്ന ഒരു ഭാഗം വളരെ ശ്രദ്ധേയമാണ്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് 6-ാം അധ്യായം 1-ാം വാക്യം, മനുഷ്യർ കാണേണ്ടത് നിങ്ങളുടെ നീതി അവരുടെ മുമ്പിൽ ചെയ്യാതിരിപ്പാൻ. ഇങ്ങനൊക്കെ ബൈബിളിൽ വാക്യമുണ്ട്. പക്ഷേ ഇത് നടക്കുന്നതൊക്കെ എന്താണെന്ന് നോക്കാം. മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ ഞാനിങ്ങനെ ചെയ്തു എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കഠിന പരിശ്രമങ്ങളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന എന്തെല്ലാം പരിപാടികളും ഇന്നത്തെ സമൂഹം മൊത്തം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ബൈബിളിലെ വാക്യം അതുപോലെ തന്നെ കിടപ്പുണ്ട്. എങ്ങനെയാണ് മനുഷ്യർക്ക് കാണേണ്ടതിന്. ഇനി അടുത്തത് അതിന്റെ പരിണിത ഫലം അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ, മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി ഞാൻ നന്മ പ്രവർത്തിയെ മനുഷ്യരുടെ മുമ്പിൽ ചെയ്താൽ സ്വർഗത്തിലുള്ള പിതാവിന്റെ ഭക്തി നിങ്ങൾക്ക് പ്രതിഫലമില്ല. അപ്പൊ അവകാശം മാത്രമല്ല സ്വർഗത്തിലെ പിതാവ് തരുന്നത്. എന്തുണ്ട്? നമ്മൾ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് മോൻ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ മക്കൾക്ക് പ്രതിഫലം കൊടുക്കാറുണ്ട്. പക്ഷെ സ്വർഗീയ പിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയ പിതാവ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രതിഫലം തരാൻ നോക്കിയില്ല. ഇപ്പൊ ഒന്നും കാണാനില്ലെങ്കിലും അതെല്ലാം വെളിപ്പെട്ട് കിട്ടുന്ന ദിവസമാണ്. അന്നറിയാം പരമാർത്ഥ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെ ദൈവം അവിടെ കണക്ക് കൂട്ടി അതിന്റെ പ്രതിഫലം തരാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പ്രതിഫലം വിഭജിക്കുന്ന ഒരു ദിവസമുള്ളത്. മക്കൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ദിവസം. അതുകൂടാതെ അവകാശങ്ങളുണ്ട്. ഇതെല്ലാം മക്കൾക്കുള്ളതാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയെ ഞാൻ പറഞ്ഞ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉപവസിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? നമ്മുടെ നിക്ഷേപം എന്തായിരിക്കണം? ഇതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നു. അതിനകത്ത് എടുത്തു പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. രണ്ടു തരം കൽപ്പനകളാ ജനറലായിട്ട് മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ അരുത്, ഡോണ്ട് ഡു, ചെയ്യരുത് എന്ന് പറയും. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ രണ്ട് രീതിയിലുള്ള കൽപ്പനകളെ നമുക്ക് ന്യായപ്രമാണ പുസ്തകങ്ങളിൽ കാണാൻ കഴിയും. നേരത്തെ ബന്ധപ്പെട്ട് പഠിച്ചവർക്ക് കഴിയുന്ന വിശദീകരിക്കും. അന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ട് കൽപ്പനകളെ തന്നെ രണ്ട് രീതിയിൽ. ചിലത് ദൈവം അങ്ങനെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു കാര്യമാണ് അത്. പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ്, ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു വചനമാണ് വിചാരപ്പെടൽ. പക്ഷെ ഇന്ന് വരെയുള്ള ജീവിതത്തിന്റെ ആകത്തുക നടത്തുന്നത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള കാര്യം എന്തുവാ? ചിലരൊക്കെ എന്നെ നോക്കുന്നുണ്ട്, ഓരോ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു കാര്യമേ ഇല്ല. വിചാരപ്പെടുന്നു ഏതെല്ലാം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വിചാരപ്പെടുന്നു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കും, എവിടെ പാർക്കും,
എന്തോ ചെയ്യും, മുമ്പോട്ട് പോകും. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ പറയാറുള്ളൊരു കാര്യമാണ് ഞാൻ എന്തോ ചെയ്യും എന്നോർത്തിരിക്കും. പക്ഷെ വചനം പറയുന്നത് വിചാരപ്പെടരുത്. ശരിക്കും യേശുക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ സ്റ്റെപ്പായിട്ട് അതിനുള്ളിലേക്ക് വരുമ്പോൾ വിചാരപ്പെടലുകൾ ഇല്ലാത്ത, ആശങ്കകളെ മുഴുവൻ ഒഴിവാക്കിയ ഒരു ജീവിതമാണ്. പൗലോസ് പറഞ്ഞു, എന്തെല്ലാം ലിസ്റ്റാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കള്ളന്മാരാളാപത്ത്, കടലിലെ ആപത്ത്, കൂട്ടുസഹോദരന്മാരാളാപത്ത്, മത്സര രോഗം, സഭകളെ കുറിച്ചുള്ള ഭാരം. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത കഷ്ടമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒന്നിനെ കുറിച്ചും എല്ലാത്തിലും പ്രാർത്ഥന അപേക്ഷ, നിങ്ങളെ ആവശ്യങ്ങൾ സ്തോത്രത്തിലൂടെ ദൈവത്തോട് അറിയിക്കുക എത്ര വേണ്ടത്. അങ്ങനെ ആയാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിലവിലെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇന്ന് രാത്രിയിലും വിചാരപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നെങ്കിൽ ഈ പറയുന്ന സാധനം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്, നമ്മൾ സ്നാനപ്പെട്ടതാണ്, നമ്മൾ പരിശുദ്ധാത്മ നിറവ് ജീവിതം നയിക്കുക, ചർച്ച മുടങ്ങാതെ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ. പക്ഷെ പൗലോസ് പറയുന്ന ഈ സാധനം, പൗലോസ് അനുഭവിച്ച പ്രശ്നങ്ങളുടെ ലിസ്റ്റ് എടുത്തുനിന്ന് പഠിച്ചിട്ട് വരണം നിങ്ങൾ. അത് വെച്ച് നോക്കിയാൽ നമ്മളൊന്നും അനുഭവിക്കുന്നത് അതിൻ്റെ ഒന്നും നോട്ട് കാണിക്കുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് അദ്ദേഹം കണ്ടെത്തിയ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ, ഞാൻ വിചാരപ്പെടുന്നു, നിരൂപണങ്ങളാൽ ഞാൻ ഉഴലുന്നു, പലതിന്റെ ഉത്തരം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായ പ്രശ്നം. പക്ഷെ എനിക്ക് ഈ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം എന്താണെന്ന് എനിക്ക് ബോധ്യമാണ്. നമ്മളാകെപ്പാടെ ഈ വാർത്ത ഉപയോഗിക്കുന്ന നാട്ടിലൊക്കെ ആണെങ്കിൽ മരണ വീട്ടിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, മനുഷ്യ വാക്കുകൾക്ക് ഇവരെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, ഞങ്ങൾ ചെയ്യുന്ന കാര്യം കവിയുന്ന ദൈവത്തെ. പക്ഷെ അത് മരണ വീട്ടിലേക്ക് എഴുതിയ ഭാഗമല്ല. ചിലർക്ക് നമ്മൾ അതിനുവേണ്ടി വായിച്ചിരിക്കുക. ഈ നാഗർ ടൈപ്പ് എന്ന് പറയുന്നൊരു മനുഷ്യ പിന്നെ യൂറോപ്പിൽ നിന്ന് അവിടെ വന്ന് നാട്ടിൽ വന്ന് ജീവിച്ച് മലയാളം പഠിച്ച് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമുള്ളിൽ വന്നപ്പോൾ എഴുതിയതാണ് സമയമാന്റെ അർത്ഥത്തിൽ, ഞാൻ സ്വർഗ്ഗയാത്ര ചെയ്യുന്നു, ഈ ലോക ജീവിതം ചെറുതാണല്ലോ, ഇതിനപ്പുറം ഒരു വലിയ നിശ്ചിതയുണ്ടല്ലോ എന്ന് പറഞ്ഞു അദ്ദേഹം എഴുതി വെച്ച പാട്ടൊക്കെ നമ്മൾ പേടി എത്തുന്നതിന് ഞാൻ പാടിയില്ല, പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മോൻ ഉന്നവാസയെ എങ്ങനെയും കർത്താവിന്റെ ഉപദേശം പറഞ്ഞു. ഞാൻ പറയുന്നതിന്റെ സാരം ഒരു മരണ വീട്ടിലും പാടാനല്ല ആകർത്തായി എഴുതിയത്. എന്താ ഞാൻ ഈ പറഞ്ഞത്? ചിലതൊക്കെ ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന ചില വചനങ്ങളും ചില യാഥാർത്ഥ്യങ്ങളും അത് അറിയേണ്ടും വണ്ണം അറിയാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കും. യേശു തന്റെ ഭൂമിയിലെ ജീവിതകാലങ്ങളിൽ വീട്ടിൽ ചെന്നു. നമുക്കറിയാം, ഞാൻ പറയാൻ പോകുന്നതാണ് നിങ്ങൾക്കറിയാം. ഞാൻ വീട്ടിൽ ചെന്ന് 2 സഹോദരന്മാർ വളരെ സ്നേഹമുള്ളത്, ഒരു കുഴപ്പമില്ല, ഇവര് കുറെ നേരമായിട്ട് ഇങ്ങനെ ഞങ്ങളെ ആയിരുന്നു പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് യേശുവിനെ ശിഷ്യന്മാരെ 12 യേശു തന്നെയായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് തയ്ക്കാം, ഒരാൾ വല്ലതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം. ഇത് എപ്പോഴും മിനിമം എത്ര പേരുണ്ട്? മിനിമം 13 പേരുണ്ട്. ചെറിയ കാര്യമാണ് അല്ലേ? 13 പേരൊക്കെ ഇങ്ങോട്ട് കയറി വന്നു. അത് മുന്നറിയിപ്പ് ഒരു ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, ഞങ്ങളതൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പഠിക്കുന്ന പറഞ്ഞാൽ എല്ലാം വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം വെച്ച് സാധനം കൂട്ടാനും എല്ലാം എടുത്ത് റെഡിയാക്കി എല്ലാം നോക്കിയിട്ട് എങ്ങും എത്തുന്നില്ല, അകപ്പാടെ കഴിച്ചു. എന്നാലും വീട്ടിൽ സാധനം കുറവായതിന്റെ ടെൻഷനല്ല. അതാണ് എനിക്ക് വളരെ ചിന്തനീയമായിട്ട് സാധനത്തിന്റെ പരിമിതിയോ ഇവരെ പരിപോഷിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടോ അല്ല. ഞാനിവിടെ നിന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പ്രശ്നം എവിടെ ഒരുമാതിരിപ്പെട്ട വിചാരപ്പെടുന്ന എല്ലാം ആകത്തുക അവർക്കതുകൊണ്ട് താരതമ്യപ്പെടുന്നത്. കമ്പാരിസനാണ് ലോകത്തിലെ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു പരിധി വരെയുള്ള പ്രശ്നത്തിന്റെ എല്ലാം അടിസ്ഥാനം. കൂടെ സഹകരിക്കുന്നതോ അല്ലെങ്കിൽ ഒരേ തരത്തിൽ ആരാധിക്കുന്നോ അടുത്ത വീട്ടിൽ താമസിക്കുന്ന സഹോദരങ്ങളായിട്ട് നടക്കുന്നുണ്ടോ? മിക്ക ദിവസം ഇതെങ്ങനെയും അറിഞ്ഞിട്ട് പോയി അതൊന്ന് സംഘടിപ്പിക്കാൻ ആ മെറ്റീരിയൽ പിന്നെ ആ കമ്പനി അത്രയും തുണി ഉണ്ടാക്കി അത് ഇറക്കി ഇവിടെ വേണ്ടി വരുന്നത് വരെ ഞാൻ വിചാരപ്പെട്ടതാണ് എന്ന് ഓർത്ത് എത്ര കാലങ്ങളാണ്.
ഇതേ പ്രശ്നമാ മാർത്തയ്ക്കുണ്ടായിരുന്നു. മാർത്ത പറഞ്ഞു, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ല. ഈ നിനക്ക് വിചാരമില്ല എന്നുള്ള പരിപാടി 31 തുടങ്ങിയത്. 31 ആദാമിനോട് ചോദിച്ചു, എന്താ നീ ഇങ്ങനെ ചെയ്തത്? അത് നീ ഒരു സ്ത്രീയെ ഉണ്ടാക്കി കൊടുക്കില്ല. ആരോടാ പറയുന്നത്? ദൈവത്തോട്. ഇവിടെ ആരോടാ പറയുന്നത്? കർത്താവിനോടാ പറയുന്നത്. ചുരുക്കം പറഞ്ഞാൽ എല്ലാം കൊണ്ട് ആദം ഉണ്ടെങ്കിൽ ഉണ്ടാവും. എന്നാലും ഇപ്പോഴും കർത്താവ് കൃപയോടുകൂടെ നമ്മളെ ദൂഷിക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ടടിക്കുന്നു. എന്തെല്ലാം പ്രശ്നമുണ്ട് രാത്രി അങ്ങനെ പറയുന്നില്ലെങ്കിലും പറയുന്നത് ആകത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിചാരപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിക്കാൻ ദൈവം നമ്മളോട്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് നീതിയെ ചെയ്യരുത്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ഇവിടെ നീതി മുഴുവൻ ചെയ്യും. നമ്മൾ വന്നിരിക്കുന്ന കാലഘട്ടമാണ് ഈ 21. ഇനി ഒന്നിനെ കുറിച്ചും ഇത് മൊത്തം പഠിപ്പിക്കാൻ നേരമില്ല, പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു പോവാം. അപ്പൊ 2-3 ടെസ്റ്റ് നോക്കി കഴിയുമ്പോൾ അറിയാമല്ലോ, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഒന്ന് ടേസ്റ്റ് ചെയ്തൊരു ഭാഗം നോക്കിയാൽ ഇതിന്റെ രുചി അങ്ങനെയാണെന്ന് വിചാരപ്പെടുന്നത് പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇനി ഇപ്പൊ വന്നിരിക്കുന്ന ആത്മീയ ലോകത്തിൽ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ അടുത്ത പ്രശ്നം പറയാം. 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്താ? നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. രാവിലെ മുതൽ വയ്യോളം ഇനി പറഞ്ഞു തീർക്കുന്നത് പോരാഞ്ഞിട്ട് പത്രം അടിച്ച് തീർക്കുമോ? വിധിക്കുക. ലോകത്തിലുള്ള സകലരെയെ വിധിക്കുക. ആത്മീയ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു വിധിക്കുക എന്നുള്ളത്. വേദപുസ്തകത്തിൽ ഇല്ലാത്തതും ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നതും ഇന്ന് ചെയ്തേ പറ്റൂ എന്നുള്ളതും. ഇനി നമുക്കാണെങ്കിലോ അദ്ദേഹം കേട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ആരും പോരാണ്. കാരണം ആരുടെയും കുറ്റമൊന്നും പച്ചയായിട്ട് ചിന്തിക്കുക, നമ്മുടെ സമൂഹത്തെ കുറിച്ച് ചിന്തിക്കുക. ഇന്നാരും ഒന്നും വിളിച്ചുമില്ല എന്ന് ചെയ്തു. പിന്നെ ഇങ്ങോട്ടാരും വിളിച്ചില്ലല്ലോ, അങ്ങോട്ടാരെങ്കിലും വിളിച്ച് ഏതെങ്കിലും ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അംശം കേട്ടിട്ടാണെങ്കിൽ വൈകിട്ട് സുഖമായിട്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് വചനത്തിലേക്ക് മടങ്ങി വരണം, ദൈവവചനത്തിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഒത്തിരി പ്രശ്നങ്ങൾക്ക് അവസാനം ഉണ്ടാകും. ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഏതാ? മനുഷ്യർക്ക് വിളകേണ്ടതിന് വേണ്ടി നീതി ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ മുഖം വിരൂപമാക്കണം. എന്താ മുഖമൊക്കെ അങ്ങ് ക്ഷീണമാണല്ലോ, ഉപവാസമാണോ? അപ്പൊ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം, പാസ്റ്റർ എന്തുകൊണ്ട് പാസ്റ്റർ ഈ ദിവസങ്ങളിൽ പാസ്റ്റർ ഉപവാസമാക്കുന്നു? മുഖമൊക്കെ ഭയങ്കര ക്ഷീണം. അപ്പൊ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടത് ഉപവസിക്കരുത്. നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്തോ ചെയ്യണം? കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നവര് കപടഭക്തിക്കാർ. ഇനിയും അവർക്ക് പ്രതിഫലം. നീയും ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം. അപ്പൊ എന്തോ ഒരു വ്യത്യാസമാ ഇത് നമ്മുടെ സമൂഹത്തിലുണ്ടാകും. ഇനി അത് പോരാഞ്ഞിട്ട് കേരളത്തിലൊക്കെ തുടങ്ങിയ ഉപവാസം ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ള എന്റെ വിഷയമല്ല. ഉപവാസ യജ്ഞങ്ങളോ, സപ്താഹ യജ്ഞം, മറ്റേ യജ്ഞം എന്നൊക്കെ പറഞ്ഞിപ്പോ നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെല്ലാം ഉണർന്നിട്ടുണ്ട്. അതിന് വേറെ ഇപ്പുറത്ത് നമ്മൾ ഉണർന്നിരിക്കുക യജ്ഞങ്ങൾ. 21 ദിവസത്തെ ഉപവാസ യജ്ഞം ഉപവസിക്കുമ്പോൾ നമ്മൾ രഹസ്യത്തിലുള്ള പിതാവ് കാണത്തക്ക ഉപവസിച്ചാൽ മതിയെന്ന് വേറെ പുസ്തകം പറയുന്ന പുതിയ നിയമത്തിൽ ഇതുവരെ മാറ്റം വന്നിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും നിർത്തലാക്കാൻ നമുക്ക് പറ്റത്തില്ലെങ്കിൽ ഒഴിഞ്ഞിരിക്കാൻ പറ്റുമല്ലോ. പ്രകടനങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ പോകാതെ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരട്ടെ. ഇപ്പം വേണ്ട പ്രതിഫലം ഇപ്പം വേണമെന്നുള്ള ചിന്ത വരുമ്പോഴല്ലേ മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രതിഫലം ഇപ്പം വേണമെന്നുള്ള ചിന്ത കൊണ്ടല്ലേ നമ്മൾ പലതും മറ്റുള്ളവരെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രതിഫലം ഇപ്പൊ വേണ്ട. രഹസ്യത്തിലുള്ള പിതാവ് പ്രതിഫലം വിധിക്കുന്ന നാളെ എനിക്ക് പ്രതിഫലം മതിയെന്ന് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കാമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, മനുഷ്യർ ചിലപ്പോൾ വിചാരിക്കുവോ അയ്യോ ഇപ്പുള്ളിയാണോ പാസ്റ്റർ എന്ന് വിചാരിക്കും. വിചാരിച്ചോട്ടെ, ഇദ്ദേഹമാണോ വലിയ പരിപാടി ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് എന്തോ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ലോകം വിചാരിക്കും. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസം അന്ന് വിലയിരുത്തപ്പെട്ട മതിയെന്നൊരു
ഒരു 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 പരിശീലനം നമ്മുടെ മനസ്സിന് കൊടുക്കണം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം എപ്പോഴും ഇവിടെ അഭിനന്ദിക്കപ്പെടണമെന്നുള്ളത്, ഇവിടെ അഭിനന്ദിക്കപ്പെടണമെന്നുള്ളത്, ഇവിടെ അംഗീകരിക്കപ്പെടണമെന്നുള്ളത്, അത് ഹ്യൂമൻ നേച്ചർ, ആരുടെ പ്രശ്നമല്ല. പക്ഷെ അതിനങ്ങോട്ട് പാലും പഴവും കൊടുത്താൽ അത് വളർന്നു വരും. ഏത് വളർന്നു വരും? മനുഷ്യന്റെ ജീവിതം തന്നെ രണ്ട്, എന്താ പറയുന്നത്, ജീവിത ശൈലികൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന ഒരു ചിന്തകം പറഞ്ഞു. രണ്ട് ജീവിത ശൈലികൾ, അല്ലെങ്കിൽ ഒരു കറുത്ത പട്ടി, ഒരു വെളുത്ത പട്ടി. ഇവിടെ ഞാൻ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാറുള്ളൂ. ഒരു കറുത്ത പട്ടി, ഒരു വെളുത്ത പട്ടി തമ്മിലുള്ള ഫൈറ്റാണ്. എന്നാൽ തല്ലിക്കൊല്ലരുത്, വിഷം കൊടുക്കരുത്, ഉപദ്രവിക്കരുത്. കറുത്ത പട്ടിയെ എന്ത് ചെയ്യണം? കൊല്ലണം. വെളുത്ത പട്ടിയെ ജീവിപ്പിക്കണം. എന്താ മാർഗം? $100 പേര് വിളിപ്പെടുന്നില്ല. അത് ആരും പറഞ്ഞു കേട്ടില്ല. ഞാൻ പറഞ്ഞു വിഷം കൊടുക്കാൻ പറ്റത്തില്ല, തല്ലി കൊല്ലാൻ പറ്റത്തില്ല, ഉപദ്രവിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്ക് വേണ്ട, അതിനെ നിർജീവമാക്കണം, ഇതിനെ നമുക്ക് നിലനിർത്തുക. എന്താ മാർഗം? ആണ്ടവർ പറഞ്ഞ ഉത്തര വളരെ കറക്റ്റാ. പട്ടിണിക്കിടുക. അത് തന്നെ എന്ത് ചെയ്തോളൂ? മനസ്സിലാകുന്നു? നമ്മുടെ ജഡത്തോടും നമ്മുടെ വചനവിരുദ്ധമായ താല്പര്യങ്ങളോടും നമുക്കുള്ള സമീപനം അതിനെ പട്ടിണിക്കിടുക. അത് പറിച്ചു കളയാനൊന്നും പറ്റത്തില്ല. മനുഷ്യന്റെ ഹൃദയത്തിൽ മോഹങ്ങളുണ്ട്, ഇച്ഛകളുണ്ട്, താല്പര്യങ്ങളുണ്ട്, വചനവിരുദ്ധമായ ആഗ്രഹങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒറ്റപ്പണി ചെയ്താൽ മതി, അതിനെ എന്റർടൈൻ ചെയ്യരുത്. ആവശ്യമില്ലാത്ത കാണരുതെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കും, പാസ്റ്റർ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? പുകവലിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉടനെ പറയും, അത് വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? മോശ പറഞ്ഞിട്ടുണ്ടോ? എന്റർടൈൻ ചെയ്യാതിരിക്കുക, അതിനെ പരിപോഷിപ്പിക്കാതിരിക്കുക. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, എന്തിനെ നമ്മൾ പരിപോഷിപ്പിക്കുന്നോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു? കാണരുതാത്തത് കാണരുതെന്ന് പറഞ്ഞാൽ കാണരുതാത്തത് കാണരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മേഖലയെ നമ്മൾ പരിപോഷിപ്പിക്കുന്ന അനുസരിച്ച് തിന്മ നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഇടപാട് ചെയ്യും. എങ്കേക്കുള്ള ഒരു ഭക്തൻ മൊത്തം സഭയിലായിരുന്നു എനിക്ക് തോന്നുന്നത്. കുറേ കഥകൾ എന്താ പറയുക, പണ്ട് പഴയ, ഇപ്പോഴില്ല, ഇപ്പൊ അത് പ്രിന്റിങ്ങിലേ ഇല്ല, അവർക്ക് അതൊക്കെ എഴുതിയ ഒരു കഥയില് കുറെ ചെറുപ്പക്കാർ, നിങ്ങൾക്ക് അറിയാതിരിക്കും, കേട്ടിട്ടുള്ള പഴയ കഥയാണ്. അപ്പച്ചന്മാരൊക്കെ ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ള കഥയാണ്. അതൊക്കെ എഴുതിയ കഥയിൽ കുറെ ചെറുപ്പക്കാർ വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഇങ്ങനെ പാത്രങ്ങള്, വലിയ വലിയ വീട്ടുപകരണം, അന്നത്തെ കാലത്ത് മനുഷ്യനെ നിത്യവൃത്തിക്ക് പാടുപെടുന്ന കാലമല്ലേ. വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് മലമ്പ്രദേശത്തു നിന്ന് ഒത്തിരി സാധനങ്ങൾ ഒഴുകി വരും. താഴ്വരയിലുള്ള ചെറുപ്പക്കാര് കിട്ടുന്ന സാധനം പിടിച്ചെടുത്താൽ അവർക്ക് പോയി കൈവിടപ്പെട്ടു പോയി. അതിന് ഞാൻ അന്വേഷിക്കുന്നില്ല, കിട്ടിയ രക്ഷപ്പെട്ടെന്ന് വെച്ചിങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട്, അന്നത്തെ കാലത്ത് ഈ മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് രാത്രി ഉറങ്ങണമെങ്കിൽ ഒരു കരിമ്പടം എന്തോ ബ്ലാങ്കറ്റ്, നമ്മുടെ ഭാഷ, അത് പിന്നെ ഒരെണ്ണം ഒഴുകി വരുന്നുണ്ട്. ഈ വരുന്ന കണ്ടപ്പോൾ യുവന്മാർക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ സാധനം അന്നത്തെ കാലത്ത് സാധാരണപ്പെട്ടവൻ അഫോർഡബിൾ അല്ലായിരുന്നു. അപ്പൊ ഉണ്ട് മേളീന്ന് വരുന്നുണ്ട്, ഒഴുകി വരുന്നുണ്ട്. 2-3 ചെറുപ്പക്കാർ കരയിൽ തീരുമാനിച്ചത് ആദ്യം നീന്തി പോയി അത് എടുക്കുന്നവരത് നീന്തി. ഒരു 3 പേര് നീന്തി. ഒരുത്തൻ വിദഗ്ധനായിട്ട് നീന്തി, തല ദിവസമേ ആ വ്യായാമമൊക്കെ ചെയ്ത് നീക്കി വരുന്നുണ്ട്. വളരെ വിദഗ്ധനായിട്ട് നീന്തി കയറി കരിമ്പടത്തെ പിടിച്ചിട്ട് വലിക്കുക. താഴോട്ട് ചെന്ന് ഈ വെള്ളം വീഴുന്നത് ഭയങ്കര ഒരു ഗർത്തമാണ്, നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ. അപ്പൊ കുറെ കൂടെ ഒരു ഏകദേശം 1/2 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ വെള്ളം ചെന്ന് താഴോട്ട് പതിക്കുക, പാറക്കെട്ടിനകത്ത്. അപ്പൊ മറ്റവർ രണ്ടും പോയ പിന്നെ കിടന്നാൽ നീന്തിയിട്ട് കാര്യമില്ല, അവർ രണ്ടും തിരിച്ചു പോകുന്നു. കരയിൽ നിന്ന് പറഞ്ഞു, എളുപ്പം ഇങ്ങോട്ട് പോലെ. അപ്പൊ അത് ശക്തമായ ഒഴുക്കാം. ഇവരടിച്ച് ഈ കരിമ്പടക്കെട്ട പിടിച്ചിരിക്കുക. ഇവൻ പോകുന്ന കണ്ടപ്പോ ഇവര് വിചാരിച്ചു ഇവരെ ഒഴിവാക്കിയിട്ട് അപ്പുറത്ത് പോയി പൊങ്ങാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ സെക്കൻഡ് വെച്ച് ഇവൻ വെള്ളത്തിൽ കിടന്ന് പൊക്കോണ്ടിരിക്കുക താഴോട്ട്, പാറക്കെട്ടിനകത്തോട്ട് വിചാരിച്ചു. പിന്നെ ഇവര് വിളിച്ചു പറഞ്ഞാൽ അത് പിന്നെ എടുത്തോണ്ട് നിനക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ നീ അതെന്ത് ചെയ്തേര്, അങ്ങ് വിട്ടേരെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ എപ്പോഴേ വിട്ടത്, അതെന്നെ വിട്ടിട്ടില്ല. എന്താ പറ്റിയെന്നറിയാമോ? അവിടെങ്ങാണ്ട് വനാന്തരത്തിനകത്ത് ഒരു കരടി വെള്ളത്തിൽ വീണതാണ്. ഇവൻ ഇതിനകത്തോട് ഒലിച്ചു പൊക്കോണ്ടിരിക്കുക. അതിനകത്ത് കരടി ചുരുണ്ടുകൂടി വെള്ളത്തിനകത്ത് കിടന്നപ്പോൾ കരിമ്പടക്കെട്ടാന്ന് വിചാരിച്ചു, കറുത്ത കരടി എടുത്ത്.
പിടിച്ചു. ഉള്ള കഥയാണല്ലോ, ഉള്ള കാര്യമൊന്നും പറയത്തില്ല. എന്തായാലും NK കുരുവിള അങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചത് ഞാൻ ഓർക്കുന്നത്. ഒടുവിൽ ഞാൻ അതിനെ എപ്പോഴേ എന്ത് ചെയ്തു, അതെന്നെ എന്ത് ചെയ്തു വിടുന്നില്ല. അപ്പോഴാ അപകടം മനസ്സിലാക്കി. പക്ഷെ അപകടം മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് ആള് ഇതാണ് കഴിഞ്ഞാൽ നമ്മൾ പിടിവിട്ടു, പക്ഷെ അവൻ എന്ത് ചെയ്തു, വിടത്തില്ല, കൊണ്ട് വളരെ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാ ഈ ഉപദേശിമാരൊക്കെ പറയുന്നത്. ഇന്നത് ഈ ഉപദേശിമാരങ്ങനെ പറയാറില്ല, എന്നാലും ഉപദേശിമാരുടെ പ്രതിനിധിയായിട്ടുണ്ട് ഞാൻ പറയുക, ചിലത് കാണുന്നത് ഒഴിവാക്കുക, ചിലത് കേൾക്കുന്നത് ഒഴിവാക്കുക, വിധിക്കപ്പെടാതിരിക്കേണ്ടത് വിധിക്കരുത്. പിന്നെ വിചാരപ്പെട്ട് ദൈവഹിതത്തിനെതിരെ നമ്മൾ പാപം ചെയ്യുക, നിരൂപണങ്ങളിൽ നമ്മൾ ഒഴുകിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നൊക്കെ വചനത്തിൽ പറഞ്ഞിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നമ്മുടെ മനസ്സിനെ ഘോഷിക്കുമ്പോൾ രഹസ്യം. പ്രാർത്ഥന പബ്ലിക്കിലല്ല. പണ്ട് ആരാണ്ട് പറഞ്ഞു, പബ്ലിക്ക് വീട്ടിൽ പ്രാർത്ഥിക്കുന്നവര് വീട്ടിൽ ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാത്ത ഒരാൾ. ശരിയാണോ നിർത്തില്ല, അപ്പന്മാർ പറഞ്ഞ ഭാഷകളോ. പബ്ലിക്കിൽ ഒരു സമയം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങ് രക്ഷിക്കപ്പെട്ട കാലം മുതൽ കർത്താവിന്റെ വരവ് വരെ പ്രാർത്ഥിച്ച് അങ്ങ് ഇടപാട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഇവർക്ക് പ്രാർത്ഥിക്കാൻ. ഇവിടെ പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാതിലടച്ച് രഹസ്യത്തിൽ കേട്ടല്ല. ഈ രഹസ്യത്തിൽ മുഴങ്ങാതിരിക്കാൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരോ ചിന്തകന്മാർ പറഞ്ഞു, പരസ്യത്തിൽ മുഴങ്ങാതാവുന്ന നാട്ടിൽ നശിക്കും. രഹസ്യത്തിൽ കരയാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ പരസ്യത്തിൽ നിന്ന് അധികം ആളുടെ മുമ്പിൽ നിന്ന് കരയുക. രഹസ്യത്തിൽ ദൈവമുമ്പിൽ കൈമലർത്താൻ പഠിച്ചിട്ടുണ്ട്. യഹൂദന്റെ പ്രാർത്ഥനയുടെ നിസ്കാരയുടെ ദൈവമുമ്പിലുള്ള അടയാളമായിരുന്നുണ്ട്, എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായി തീരട്ടെ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമർപ്പണത്തിന്റെ അടയാളം. വേണ്ടത് എന്നെ കണ്ടോ, ഒരു നിസ്സഹായത അടയാളം. ഒരു കുഞ്ഞ് പേടിച്ച് കൈ രണ്ടും മലർത്തിപ്പിടിക്കുന്നതിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ അപകടത്തില്ല, നിസ്സഹായത. വെള്ളത്തിൽ താഴ്ന്നൊരാള് ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ കൈ മലർത്തി കഴിയുക, രക്ഷപ്പെടാൻ. അതുപോലെ ദൈവമുമ്പിൽ വരുമ്പോൾ ലളിതമായി നമ്മളെ തന്നെ താഴ്ത്തി എത്തിക്കാൻ, നമ്മളെ എത്തിക്കാൻ പഠിച്ചാൽ, ദൈവമുമ്പിൽ കൈമലർത്തിയാൽ മനുഷ്യന്റെ മുമ്പിൽ കൈമലർത്തും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി യേശുവിന്റെ ഉപദേശങ്ങളെ ഈ പുസ്തകങ്ങളിൽ പഠിക്കുക. അതുപോലെ തന്നെ ഈ വേറൊരു കാര്യം, ഗിരിപ്രഭാഷണത്തിനകത്ത് പറഞ്ഞു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുന്നതിന് അവർ ആളുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുത്ത് വരുന്നു, അകമയോ കക്ഷി വരുന്ന ചെന്നാൽ. അടുത്തത്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അവരുടെ ഫലങ്ങളാൽ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഫലമെന്നുള്ള പ്രയോഗമാണ് എഴുതിയിരിക്കുന്നത്. ഭാഷാന്തരത്തിൽ ഫലം, ഫലത്താൽ വൃക്ഷത്തെ എന്ത് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ നിന്ന് വെള്ളയൊക്കെ ഇട്ട് നല്ല തകർപ്പനായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഈ പ്രസംഗത്തിനകത്തൂടല്ല ആളെ തിരിച്ചറിയും. ജീവിതത്തിന്റെ ഫലം, അതിന്റെ ഔട്ട്കം എന്ന് അകത്തുനിന്ന് പുറത്തു വരുന്നതല്ല. അതിലൂടെ പ്രവൃത്തികളെ വീക്ഷിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് യേശു കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒടുവിൽ ഗിരിപ്രഭാഷണ യേശു പറഞ്ഞു വെക്കുന്നതിനാ, രണ്ട് പാറമേ വീട് പണിയുന്ന ഒരാളും മണലിൽ പണിയുന്ന ഒരാളും, രണ്ടുപേരും സെയിം പ്ലാനാണ് ഉപയോഗിച്ചത്. കാരണം അതുപോലെ സ്നേഹിതരാണെന്ന് രണ്ടുപേരും സെയിം പ്ലാനാണ് ഉപയോഗിച്ച രണ്ട് ബിൽഡിംഗ് അടിപൊളിയായിട്ട് പണിതു. രണ്ടുപേരും മണന്നു പോയി. പാറയെ പണിയാൻ കഷ്ടപ്പെട്ടവൻ കുഴിച്ചോണ്ടിരിക്കുമ്പോൾ, അതിൽ കുഴി എടുത്തോണ്ടിരിക്കുമ്പോൾ, തമര വെച്ച് പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ മറ്റേ ആളുടെ ഏകദേശം ജനലിനൊക്കെ കഴിഞ്ഞു. ഭയങ്കര പണി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില പണികളൊക്കെ എവിടുന്ന് വരുന്നെന്ന് അറിയത്തില്ല. ഭയങ്കര പണി, ഭയങ്കര പരിപാടി, ഭയങ്കര സംഘടനകളും വലിയ വലിയ പരിപാടികളും ഒക്കെ കെട്ടിപ്പൊക്കി നിന്നത്തിൽ എങ്ങനെ നന്നോട് വിചാരിച്ചു ദൈവം ഇതെവിടുന്ന് പോകുന്നു, എങ്ങനെ വന്നു ഇത് പറഞ്ഞതുപോലെയാണ്. ഭയങ്കര സംഭവങ്ങളൊക്കെ പണക്കം കെട്ടി വരുന്ന കാര്യം. പക്ഷേ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞത് എപ്പോഴാണെന്ന് അറിയാമോ? വൻ മഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു. ഇപ്പൊ ഏതൊക്കെ സൈഡിൽ പ്രശ്നം വന്നു? പ്രത്യേകിച്ച് പ്രശ്നം വരാത്ത അളവൊന്നുമില്ല. വൻമഴ, നദികൾ, കാറ്റടിച്ചു, ചുറ്റുപാടും എല്ലാ വശത്തു നിന്നും. പക്ഷെങ്കിൽ ആരെ കുഴിച്ച് പടന്ന പാറമേൽ പടന്നത് നിലനിന്നു. മറ്റേത് നിലം വരിക.
എന്നിട്ട് യേശു പറയുന്നത് ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ. വചനം കേട്ടാ പോരാ, പ്രാവർത്തികമാണ്. ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് വന്ന മനുഷ്യനോട് തുല്യനാണ്. ഈ മറ്റേതോ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും അടിസ്ഥാനപരമായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ മത്തായി സുവിശേഷം 5-6-7 അധ്യായങ്ങൾ ശരിക്കും പഠിച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ അത് മതി ജയകരമായ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിയിക്കും. ഇതൊന്നും വേണമെന്നല്ല, എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും നമുക്ക് കാതലായ അനുഭവങ്ങൾ തരുന്നത് ഈ ദൈവമാണ്. യേശുവിന്റെ ഉപദേശങ്ങളെ ക്രോഡീകരിച്ചുള്ള ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയും. ആ ഭാഗം ഞാൻ അങ്ങനെ വിളിക്കുകയാണ് ഗിരിപ്രഭാഷണം. യേശു തന്നെ പറ്റി തന്നെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളിൽ നിങ്ങൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 2-3 കാര്യങ്ങളിലാണ് യേശു തന്നെ പറ്റി പറഞ്ഞത്. ഒന്ന്, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, മനുഷ്യനാ. കൂടാതെ യേശു തന്റെ നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും താൻ ഉദാഹരിച്ച് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനല്ല, ചെയ്യുവാനല്ല, ഒരു ദാസൻ എന്നുള്ള നിലയിൽ, യഹോവയുടെ ദാസൻ എന്നുള്ള നിലയിൽ യേശു തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതായിരുന്നു. ദൈവപുത്രൻ എന്നുള്ളത്, മനുഷ്യപുത്രൻ എന്നുള്ളത്, മശിഹ എന്നുള്ളത്. പക്ഷെ യഹൂദര് മനസ്സിലാക്കിയില്ല. മശിഹ എന്ന അവരുടെ കാത്തിരിപ്പിന് മറുപടിയായിട്ടാണ് യേശു ഭൂമിയിൽ വന്നതെങ്കിലും ഇന്ന് യഹൂദന്മാരിൽ മശിഹയുടെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിന് വരുമ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ വൈകിട്ട് കിടക്കാറ്. പക്ഷെ യഹൂദൻ 24 മണിക്കൂർ എന്നുള്ളൊരു സമയബന്ധിതമായ പരിപാടി ഇല്ലാതെ രാവിലെ മുതൽ വയ്യോളം മുതൽ രാവിലെ തുടർമാനമായിട്ട് ഷിഫ്റ്റ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ 2-3 സ്ഥലങ്ങളിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിലൊന്ന് ദാവീദിന്റെ കല്ലറയുടെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു. 2, യെരൂശലേം ദേവാലയത്തിന് ചുറ്റുമുണ്ടായിരുന്ന വലിയ മതിൽ, അതിന്റെ അവശിഷ്ടങ്ങൾ ആ മതിലിന്റെ അപ്പുറം പലസ്തീൻ കൈയടക്കി വെച്ചിരിക്കുകയാണ്, അവിടെ മോത്ത് വെച്ചിരിക്കുകയാണ്. നമുക്കറിയാം അവസ്ഥ. അതിനിപ്പുറത്ത് നിന്നുകൊണ്ട്, മതിലിന് ഇപ്പുറത്ത് നിന്നുകൊണ്ട് രാവയോളം പോയി കണ്ടിട്ടുള്ളത്. സമയഭേദം കൂടാതെ എന്ത് ചെയ്യുക, നിലവിളിച്ചുകൊണ്ട്. എന്തിനു വേണ്ടിയാണ്? ദാവീദിന്റെ കണ്ടതായി നിലവിളിക്കുന്ന കാര്യം അവർക്ക് കിട്ടിയ ഏറ്റവും ഗോൾഡൻ കിങ് ആയിരുന്ന രാജാവായിരുന്നു ദാവീദ്. ദാവീദിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒരുത്തൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദാവീദിന്റെ ശവകുടീരത്തിന്റെ ഉള്ള സ്ഥലം അവർ പറയുന്ന സ്ഥാനത്തിൽ നിന്ന് അവർ രാവയോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്. 100 കണക്കിന് തീർത്ഥാടകർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകർ രാവിലെ മുതൽ വൈകിയോളം അവിടെ വരുന്നുണ്ട്. അതുവഴി ആരൊക്കെ പോകുന്നു എന്നുള്ളവർക്ക് വിഷയമല്ല. അവർ നിരന്തരമായിട്ട് ഒരു മശിഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യാതൊന്ന പകരുന്ന വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ ഭാഗ്യവാന്മാരായി മശിഹയെ തിരിച്ചറിയാനുള്ള ഭാഗ്യമാണ്. അത് ദൈവം സ്വന്തമായതിലേക്ക് വന്ന് അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ രക്ഷ നമുക്ക് ലഭ്യമായി തീർന്നു. അപ്പോസ്തലന്മാർ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചതായിട്ട് നമുക്ക് കാണാൻ. യേശുവിന്റെ ശുശ്രൂഷയിൽ യേശു ചെയ്യുന്ന ഒരു കാര്യവും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യവും എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ള കാര്യം നമ്മുടെ നോട്ടിനകത്ത് പരാമർശമുണ്ട് വിശദമായിട്ട്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. യേശു ക്രിസ്തുവിന്റെ തന്നെപ്പറ്റി തന്നെ ഉള്ള പരാമർശം ഒരു കാര്യം അദ്ദേഹം ചെയ്തു. ഒരിക്കൽ അപ്പോസ്തലന്മാരെ താന് വേറിട്ട് കൊണ്ടുപോയി ശാന്തമായിട്ടുള്ള ഒരു റിട്രീറ്റ് ഏരിയയായി, സ്വകാര്യതകൾക്ക് പറ്റിയ ശാന്തതയുള്ള ഒരു ഏരിയയായി അപ്പോസ്തലന്മാരെ കൊണ്ടുപോയിട്ട് മാറ്റിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ തന്നെ ആരുണ്ട്? അത് ചോദിച്ചിട്ട് ആദ്യം ചോദിച്ചു, ജനത്തിന്റെ അഭിപ്രായം എന്നെ കുറിച്ച്, ജനം എന്നെ കുറിച്ച് ആരാണ്?
രണ്ട്, നിങ്ങൾക്ക് എന്നെ കുറിച്ച്. അവിടെയാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ അവിടെ എനിക്ക് ഒരു പാഠം പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പാഠം പറയാം. വല്ലപ്പോഴും എങ്കിലും പരമാർത്ഥമായിട്ട് മറുപടി പറയുന്ന സുഹൃത്തുക്കൾ നമുക്ക് ഉണ്ടെങ്കിൽ, പ്രത്യേക കൊട്ടേഷനായിട്ടുള്ള കാര്യം, പരമാർത്ഥമായിട്ട് മറുപടി പറയുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം, അവരോടൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നെ കുറിച്ചുള്ള അഭിപ്രായം, എന്റെ സംസ്കാരം. ഇന്ന് വരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ കുറിച്ച് വിലയിരുത്തിയിട്ട് നമ്മുടെ വിചാരം നമ്മൾ പറയുന്നത് ചെയ്യുന്നതല്ല ശരിയാണ്, അത് സ്വാഭാവികവും. എന്നാൽ അതിന് പകരം കർത്താവ് ചെയ്തൊരു നല്ല മാതൃകയാണ് ഈ ഒരു മാതൃക, നമ്മളെ കുറിച്ചുള്ള മറ്റുള്ളവരിൽ നിന്നൊരു വിലയിരുത്തൽ. കാരണം നമ്മളെ സഹിക്കുന്നത് നമുക്ക് ആരാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊരു വിലയിരുത്തൽ വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ കുറച്ചുകൂടെ നമ്മളെ ബെറ്ററാക്കാൻ, നമ്മുടെ പ്രാർത്ഥനകളെ ബെറ്ററാക്കാൻ. ഇനി യേശുവിന്റെ മനോഭാവത്തെ കുറിച്ച് ഞാൻ വേഗത്തിൽ ഒന്ന് പറയട്ടെ. യേശുവിന്റെ മനോഭാവം ഉൾക്കൊള്ളാൻ നമുക്ക് വളർത്തിയെടുക്കാൻ അല്പം പാടുള്ള കാര്യമാണ് യേശുവിന്റെ മനോഭാവം. എന്നെ ചിന്തിപ്പിച്ച കാര്യം, കർത്താവ് പ്രാർത്ഥിച്ച് തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് ഒരാള്, യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 യോഗ്യതകൾ അദ്ദേഹത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയിട്ടുണ്ട് യൂദയെ കുറിച്ച്. ഒന്ന്, അവൻ കള്ളനായിരുന്നു. 2, യൂദയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പണസഞ്ചി അവന്റെ പക്കലായിരുന്നു, അതിൽ നിന്ന് അവൻ എന്ത് ചെയ്തു, ആവശ്യമുള്ളപ്പോ എടുത്തു വന്നിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്ന കർത്താവ് എഴുതി വെച്ചിട്ടില്ല, എഴുതി വെച്ചിട്ടില്ലായിരുന്നു. എന്തായാലും യൂദ ഇതിനകത്ത് എടുത്തു വന്നു. പക്ഷെ എനിക്ക് കർത്താവിന്റെ മനോഭാവം വളരെ ചിന്തനീയമായിട്ട് തോന്നി. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ, ദസറാ പെരുന്നാളിന് മുമ്പേ താൻ ലോകം പിതാവിന്റെ അടുത്ത് പോകുന്ന നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ എന്നുള്ളതിനെ ഇങ്ങനെ ഞാൻ അതിനെ വ്യാഖ്യാനിച്ച് പറയട്ടെ. സ്നേഹിച്ചു തുടങ്ങിയതുപോലെ അവസാനത്തോളം അതിനുള്ള പ്രവൃത്തികളില്ല. നമ്മൾ എത്ര പേര് സ്നേഹിച്ച് എത്ര പേര് കർത്താവ് ചെയ്തത്, തനിക്കുള്ളവരെ സ്നേഹിച്ചു തുടങ്ങിയതുപോലെ കർത്താവ് അവസാനത്തോളം സ്നേഹിച്ചു. തെളിവാണ്, കർത്താവ് ലാസ്റ്റ് ഭക്ഷണം കഴിക്കുന്ന രാത്രിയിലും ആര് കൂടെ ഉണ്ടായിരുന്നു? ഇനി വേറൊരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, പണസഞ്ചി പിടിച്ചു വലിച്ച് വേറെ ആരെങ്കിലും കർത്താവ് ഏൽപ്പിച്ചു. നമ്മളിന്ന് പല കാര്യങ്ങളും കാണുമ്പോൾ ഞാനും വിലയിരുത്താറുണ്ട്, ദൈവം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ കർത്താവ് ഭൂമിയിൽ വന്ന് കാണിച്ചിരുന്ന മാതൃക ഇങ്ങനെ, യൂദയെ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ ഒറ്റിക്കൊടുക്കുന്ന നാഴിക വരെ പുള്ളിയെ കൂടെ കൊണ്ടുനടന്നു. അവിടെ വരെ സഹിക്കാൻ നമുക്ക് പറ്റുന്നു. അത് കർത്താവിന്റെ ഒരു മനോഭാവമായിട്ട് നീങ്ങി. രണ്ടാമത്, യൂദയുടെ ഉത്തരവാദിത്വം എടുത്ത് മാറ്റിയില്ല. മൂന്നാമത്തെ കാര്യം, ക്രൂശിൽ കർത്താവ് തന്നെ ഉപദ്രവിക്കുന്നവരെല്ലാം വട്ടം കിട്ടുന്നത് കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണം. ഇതൊക്കെ ക്രിസ്തുവിന്റെ മനോഭാവത്തെ അവസാന നാളുകളിൽ താൻ എങ്ങനെയാണ് താന് ലോകത്തോട് സമീപിച്ചിരുന്നതെന്നുള്ളതിന്റെ വിശാലമായ ഉൾക്കാഴ്ച തരുന്ന ഭാഗങ്ങളാണ്. ഞാൻ ചില ഭാഗങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശു ക്രിസ്തു കടന്ന് പ്രാർത്ഥിച്ച മൊഴികളൊക്കെ ന്യായവിസ്താരത്തിലുള്ള എന്റെ പ്രതികരണവും എല്ലാം നമുക്ക് നമ്മുടെ നോട്ടിനകത്ത് വിശദമായിട്ടുണ്ട്. ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിക്കുന്നത് യേശുവിന്റെ ഉപദേശങ്ങളിൽ കാതലായ ഉപദേശം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിന് 3 തലങ്ങൾ പൊതുവെ ചിന്തകന്മാർ പറയുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുന്ന തലങ്ങൾ. ദൈവരാജ്യം വന്നു, ദൈവരാജ്യം വന്നുകൊണ്ടിരിക്കുന്നു, ദൈവരാജ്യം വരും. ഈ 3 തലങ്ങൾ നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദൈവരാജ്യം
വന്നു കഴിഞ്ഞു, യേശു വന്നതോടുകൂടി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്നൊക്കെ കർത്താവ് പറയുന്ന ഭാഗമുണ്ട്. അതിലൊന്നും വിശാല അർത്ഥങ്ങളിലേക്കൊന്നും കൂടെ ഉദ്ദേശിക്കുന്നില്ല. ദൈവരാജ്യത്തെ കുറിച്ച് പത്രോസ് നൽകുന്ന പൗലോസ് നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട് വേദപുസ്തകത്തിൽ. പൗലോസ് ദൈവരാജ്യം എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം. പൗലോസ് ദൈവരാജ്യത്തിന്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്നതാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ആരാ ആദ്യം എഴുന്നേറ്റ് വായിക്കുന്നത്? ബൈബിളിൽ വായിക്കണം, റെഫറൻസ് ഉൾപ്പെടെ. ദൈവരാജ്യം എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് നൽകിയിരിക്കുന്ന ഒരു വ്യാഖ്യാനം, ഒരു വാക്യം പുസ്തകത്തിലുണ്ട്. ഇനി ഒരു അങ്ങനെ പറഞ്ഞ പുറത്തിൽ എടുത്ത് വായിക്കണം, എഴുന്നേറ്റ് വായിക്കണം, റെഫറൻസ് സഹിതം വായിക്കണം. എഴുന്നേറ്റ് റെഫറൻസ് സഹിതം വായിക്കണം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ സന്തോഷവും അത്രേ. താങ്ക് യു. അത് വളരെ കറക്റ്റാണ് ആ വാക്യം. ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഒടുവില്ലെന്ന് തരാം. ജോസർ വരുമ്പോ അതിനകത്തുനിന്ന് ഒരു ബുക്ക് എടുത്തോണ്ട് പോകാം. ഞാൻ ദൈവരാജ്യത്തെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഭാഗം പഴയ ഒരു കടമുണ്ട് ജോസർ എന്നത് ചർച്ചിനോടുള്ള ബന്ധത്തില്ല. റോമാലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവരാജ്യം ഭക്ഷണവും പ്രാമുഖ്യവുമല്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യമല്ല, വിസിബിൾ ആയിട്ടുള്ള കാര്യത്തെക്കാളും ഇൻവിസിബിൾ ആണ്, ആന്തരികമായ കാര്യങ്ങൾ. എന്തൊക്കെയത്? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. റോമർ 14:17 വാക്യമാണ്. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ക്രോഡീകരമായ നീതി, സമാധാനം, പരിശുദ്ധാത്മ നിയന്ത്രണമായ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാകുന്ന സന്തോഷം. ഇത് മൂന്നുമാണ് ശരിക്കും ദൈവരാജ്യത്തിന്റെ ഒരു ആകത്തുക. ഈ നീതിയെ കുറിച്ചോ ജസ്റ്റിസിനെ കുറിച്ച് പറയാൻ പോയാൽ അതിനെ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് ഒത്തിരി നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ദൈവരാജ്യ മൂല്യങ്ങളെ കുറിച്ച് നിങ്ങളോടിനകത്ത് വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ദൈവരാജ്യത്തിന്റെ പുതിയ നിയമ വീക്ഷണം എന്താണ്, പഴയ നിയമ വീക്ഷണം എന്താണ്, അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളതിന്റെ ആ ചിന്ത എവിടെ നിന്നാണ് ഉളവായത്, ഇതിനെക്കുറിച്ചൊക്കെ ഗൗരവമായി നമുക്ക് ഈ നോട്ടിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കണം എന്നുള്ള കാര്യമാണ്. യേശുവിന്റെ ഉപദേശങ്ങളിൽ കാതലായ ചിന്തകളാണ് ഇത് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ദൈവരാജ്യം ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ തന്നെ പറയുന്നുണ്ട്. ആ ഭോജ്യങ്ങളുള്ള ബന്ധത്തിലാണ് പൗലോസിന്റെ താരതമ്യം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഭക്ഷണവും പാനീയവും നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ആസ്വാദ്യതയ്ക്കും എത്രത്തോളം അവ നമുക്ക് ഉതകുന്നു, അതേപോലെ തന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും ആയി ഈ ദൈവരാജ്യം നമ്മൾ എത്തിയിരണം. അതിനുവേണ്ടി യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ നമുക്ക് ഏറ്റവും ഉദാത്തമായ ഒരനുഭവമായി മനസ്സിലാക്കാം. ദൈവത്തോടുള്ള നിരന്തര ബന്ധത്തിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് വളരെ. രണ്ടാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവരാജ്യം കഴിഞ്ഞാൽ പിന്നെ വേദപുസ്തകത്തിൽ കാതലായിട്ട് യേശുക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്ന ചിന്ത എന്നുള്ളത് ധനമാണ്. മന്ത്രോയില് ധനത്തെ പറ്റിയാണ് യേശുക്രിസ്തു ഏറ്റവും രണ്ടാമത് ഊന്നൽ നൽകിയിട്ടുണ്ട്. കാരണം യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിനകത്ത് ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നത് പണമാണെന്ന് ഒരു സൂചന നൽകുന്ന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിനെതിരായിട്ട് നിൽക്കുന്നത് എന്താണ്? കാരണം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഒന്നിനെ കൈക്കൊണ്ടു, ഒന്നിനെ കൊണ്ടു. ഈ രണ്ട് യജമാനന്മാരാരാ? ദൈവവും മാമൻ എന്ന് പറഞ്ഞാൽ പണം, ധനം. സംശയം വല്ലതും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവാം. കർത്താവ് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട്. പക്ഷെങ്കിൽ ധനം സമ്പാദിക്കരുതെന്ന് ഇത് പറഞ്ഞിട്ടില്ല. ധനത്തിൽ ആശ്രയിക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കും.
നമ്മുടെ ചർച്ച പോയി നടക്കുക ലോകത്തിൽ തകർന്നു പോയപ്പോൾ ചരിത്രം നയിക്കും. ഇന്നും നടക്കുന്ന ചരിത്രം എല്ലാത്തിന്റെ അടിസ്ഥാനം പൗലോസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ദിവ്യ ആഗ്രഹം. എവിടെ പറഞ്ഞിട്ടുണ്ട്? ദിവസം എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു ദിവ്യാഗ്രഹം. അപ്പോൾ അത് വളരെ ഗൗരവമായ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലായിരുന്നു. മൂന്നാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ എന്നുള്ളതിനേക്കാൾ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തു ഉപദേശങ്ങൾ പറയുക എന്നുള്ളതിനേക്കാൾ യേശുക്രിസ്തു പ്രാധാന്യം നൽകിയത് മനുഷ്യർക്ക് വേണ്ടി ജീവിക്കുക, ആയിത്തീരുക എന്നുള്ളത്. ആയിത്തീരും, മറ്റുള്ളവർക്ക് വേണ്ടി ആയിത്തീരും. എന്തുമായിത്തീരും? ഒരു ലക്ഷ്യം പോലും സ്വന്തമായിട്ട് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി. വചനത്തിൽ എഴുതിയിരിക്കുന്ന പക്ഷിപ്പാർ പോലും അവരെ പലപ്പോഴും സമയമില്ല. അതുപോലെ തന്നെ പുരുഷാരൻ തന്നെ തിക്കുക നിമിത്തം, ദിവസത്തിൽ യേശുവിന്റെ ജീവിത കാലയളവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുരുഷാരൻ തന്നെ തിക്കുക നിമിത്തം തനിക്ക് കള്ളക്കരയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? പത്രോസിനോട് പറഞ്ഞു, പടകിൽ നിന്ന് കരയിൽ നിന്ന് അല്പം നിൽക്കണം. അപ്പോൾ മനുഷ്യരുടെ തിക്ക് തിരക്കുകൾ. അതുപോലെ തന്നെ ഒരിക്കൽ യേശുവിന്റെ അടുക്കൽ ഒന്ന് രണ്ടുപേര് വന്ന് ചോദിക്കുന്നു, നീ എവിടെ പാർക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ കാര്യമുണ്ട്, കുഞ്ഞുങ്ങൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തലനായിട്ട സ്ഥലമില്ല. യേശുവിന്റെ ജീവിതത്തിന്റെ ആകത്തും ജനനം മുതൽ മരണം വരെ മനസ്സിൽ തനികളെ ജനനം മുതൽ മരണം വരെ എല്ലാം കടമാണ്. നദിയുടെ ഉദരം കടമെടുക്കുക. കാരണം നോർമൽ മാനുഷികമായിട്ടുള്ള ഒരു മുഖാന്തരത്തിലല്ല യേശു വന്ന് ലോകത്തിൽ കാലസമ്പൂർണതയിൽ അവൻ സ്ത്രീകളായി. അവിടെ നിങ്ങോട്ട് നോക്കിയ എല്ലാം കഴുതയെ സ്വന്തമായിരുന്നു. പടക് ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പത്രോസിനോട് പറഞ്ഞു, അവിടെ എഴുതിയിരിക്കുന്നത് കരയിൽ നടത്തം നീക്കണമെന്ന് അപേക്ഷിച്ചു. ആരപേക്ഷിക്കുന്നു? യേശുവാണ്. അല്ല, അപേക്ഷിക്കണമെങ്കിൽ ഏത് ലെവലില്ല. മറ്റൊരാളുടെ ഉടമസ്ഥാവകാശത്തിൽ ഇരിക്കുന്ന ഒരു കാര്യം ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപേക്ഷിക്കും. കല്ലവാണ് സ്വന്തമായിരുന്നു. അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത്, നമ്മൾ സമ്പന്നരാകേണ്ടതിന് ക്രിസ്തു എന്ത് ചെയ്തു? ദരിദ്രനായി തീർന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു ദൈവദിനമാണ്. നമ്മളത് ഓർക്കേണ്ടത്, നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി ക്രിസ്തു ചെയ്ത പ്രയത്നം, തന്റെ ജീവിതം തന്നെ മൊത്തത്തിൽ. ഇനിയും ഈ യേശുവിനെ കിടത്തിയ പുൽത്തൊട്ടി അല്ലെങ്കിൽ പശുത്തൊഴുത്തിൽ അതും സ്വന്തമല്ല. ലാസ്റ്റിലൊരു അങ്കി ഉണ്ടായിരുന്നു, അതും ആമ്പിള്ളേർ ജീവിച്ചു വരുന്നു. അതും സ്വന്തമായിട്ട് പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല കുരിശ്. കാരണം എന്താണെന്ന് വെച്ചാൽ യേശു തന്നെ തന്നെന്ന് പറയുമ്പോൾ മൊത്തമായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഒന്നുമല്ലാത്തവനായിട്ട് യേശു ജീവിക്കുക. അതാണ് പൗലോസ് കൊരിന്ത്യർക്ക് 2-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. 9-ാം വാക്യം 8-ാം അധ്യായത്തിന്റെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. ഈ വാക്യം വളരെ ഗൗരവമായി പഠിച്ച് മനസ്സിലാക്കുക. ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നു. അപ്പൊ സമ്പന്നനായിരുന്നിട്ട് ദരിദ്രനായി തീർന്ന, നമുക്ക് വേണ്ടി എല്ലാം ആകുന്നതിന് വേണ്ടി കർത്താവ് ദരിദ്രനായി തീർന്നത് ഓർത്തുകൊണ്ട്, ഞാൻ ഈ ഒടുവിലായിട്ട് കാര്യം പറഞ്ഞതിന്റെ സാരാംശം എന്ന് വെച്ചാൽ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തായിത്തീരുന്നു എന്നുള്ളതിനേക്കാൾ എന്തല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ്
നാളെ ലോകം നമ്മളെ ഓർക്കാനുള്ള നമ്മൾ എന്തായി തീർന്നു, എവിടൊക്കെ നമ്മുടെ പേര് വന്നു, എവിടൊക്കെ നമ്മുടെ നീതി മനുഷ്യർക്കാണെങ്കിൽ ചെയ്തു എന്നുള്ളതിനേക്കാൾ എന്തല്ലാതായി തീർന്നു. സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ സമയങ്ങളെല്ലാം ഒഴിവാക്കി. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ പറഞ്ഞ നമ്മുടെ മുൻ രാഷ്ട്രപതി അദ്ദേഹം തന്റെ 84-ാമത്തെ വയസ്സ് വരെയുള്ള തന്റെ ജീവിതം നമുക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഒഴുകി വെച്ചതിന്റെ ഓരോ സെക്കൻഡുകളും വിലയുള്ളതാക്കി. ചിന്തയാണ് ഏറ്റവും വലിയ മൂലധനം എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഭയങ്കര ചിന്ത, തിങ്കിങ്. അതാണ് ഏറ്റവും വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ലൈഫ് എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഉറങ്ങുന്നത് വരെ പ്രവർത്തനം ചെയ്യുന്നതും ഉൾപ്പെടെ അദ്ദേഹം ഇപ്പൊ ഈ വാട്സാപ്പിലും ഫേസ്ബുക്കിലും എല്ലാം വ്യാപിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരോ ചെറിയ ചെറിയ വാക്കുകൾ പോലും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന വാക്കുകൾ, സ്വാധീനം ഉണ്ടാക്കുന്ന വാക്കുകൾ. അപ്പോൾ പിന്നെ അതിന്റെ പിന്നിൽ കഴിഞ്ഞ ഇന്നിപ്പം ആരോ വാട്സാപ്പിൽ ഇട്ടപ്പോൾ ഒരു കാര്യം പ്രത്യേകം കോട്ട് ചെയ്യുന്നത് ഞാൻ വളരെ ചിന്തിപ്പിച്ചു. ഒരു മിഷണറി തമിഴ്നാട്ടിൽ വന്ന് തുടങ്ങിയ ഒരു സ്കൂൾ, അതിലാണ് അദ്ദേഹം ആദ്യം പഠിച്ചത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വിടാൻ പിതാവിന് നിവൃത്തിയില്ല. എന്നിട്ട് തനിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ടായിട്ട് ഒരു പ്രാവശ്യം പോലും പിതാവിനോട് ചോദിച്ചില്ല. എന്നാൽ എപ്പോഴോ അത്ഭുതപൂർണ്ണമായിട്ട് പിതാവ് വന്ന് ഇങ്ങോട്ട് ചോദിച്ചു, ഞാൻ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയാകാനും നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് സ്കൂളിൽ വിടാമോ? സൗത്ത് ഇന്ത്യയിൽ വന്ന് പ്രവർത്തിച്ച ആ മിസ്റ്ററുടെ പേര് കറക്റ്റ് ഓർക്കുന്നില്ല. അദ്ദേഹം അവർ തുടങ്ങിയ ആ സ്കൂളിലാണ് അവിടുന്നാണ് അദ്ദേഹത്തിന് സെൽഫ് കോൺഫിഡൻസും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടണമെന്നും സമൂഹത്തിന് നന്മയായി തീരണമെന്നും ഉള്ള ഒരു ഉൾക്കാഴ്ച കിട്ടിയത് ആ ഇംഗ്ലീഷ് സ്കൂളിലെ അല്ലെങ്കിൽ മിഷണറിമാർ തുടങ്ങിയ സ്കൂളിലെ സ്വാധീനമാണെന്ന് ആരാണ്ട് പറഞ്ഞു വെച്ചേക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ ജീവ ആത്മകഥയായിരിക്കുന്ന അഗ്നിച്ചിറകുകളിനകത്ത് വ്യക്തമായിട്ടുള്ള പരാമർശിക്കുന്ന സ്കൂളാണ് തന്റെ ജീവിതത്തിന്റെ ചിന്തനീയമായ ജീവിതത്തിന് വൈദ്യുവായിട്ട് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി ഇത്രയും പ്രയോജനപ്പെട്ട ലോകം ആർജിച്ച ഒരു വ്യക്തിത്വത്തിന് രൂപം കൊടുക്കാൻ ദൈവത്തിന്റെ നിയോഗമനുസരിച്ച് പുറപ്പെട്ട ഒരു മിഷണറിയുടെ പ്രവർത്തനങ്ങൾ അതിന് ഫലമായെങ്കിൽ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ദൈവജനം പഠിക്കുകയും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നത് മുഖാന്തരം വലിയ നന്മകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുവാൻ ഇടയായി തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. യേശുക്രിസ്തുവിന്റെ ഉപദേശം പഠിച്ചു കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ളതിനേക്കാൾ യേശുക്രിസ്തുവിന്റെ ജീവിതം പകർത്തുക ദൈവം നമുക്ക് ഉപദേശത്തെ നമ്മൾ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാൻ പ്രവർത്തിക്കുക. ഈ പ്രശ്നം യേശുവിന്റെ ദൈവത്വത്തെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്ന യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് പരിചയപ്പെടുത്തുന്ന പഴയനിയമത്തിലെ ഗ്രന്ഥം ഏതാ? നമ്മൾ പഠിച്ചതാ. പത്ത് പേജിൽ തന്നെ ഇല്ലേ? ദാനിയേൽ. യേശുവിന്റെ ദൈവത്വത്തെ കേന്ദ്രീകരിച്ച് എഴുതിയിരിക്കുന്ന സുവിശേഷം ദൈവത്വം യോഹന്നാൻ. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഉൾപ്പെടാത്തത് യോഹന്നാൻ. യേശുവിനെ പറ്റി ആവർത്തനം പറഞ്ഞിട്ട് മോശയുടെ പരാമർശം എന്തോ? എന്നെപ്പോലൊരു പ്രവാചകൻ. മത്തായി കൂടാതെ യേശുവിന്റെ വംശാവലി രേഖപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷം മത്തായി അല്ലാതെ യേശുവിന്റെ വംശാവലി എഴുതിയിരിക്കുന്ന ഏത് സുവിശേഷത്തിലാണ്? ലൂക്കോസ്. പിന്നെ സ്നാപകയോഹന്നാനെ പറ്റി ആദ്യം പ്രവചിച്ചതാരാ? സ്നാപകയോഹന്നാനെ പറ്റി പ്രവചിച്ചത് ആദ്യം പ്രവചിച്ചു പേജ് 4 ഒന്നാമത്തെ ലൈനിലുണ്ട്. പ്രവാചകനായ യെശയ്യാവും തുടർന്ന് വരുന്ന പ്രവാചകനായ മലാഖിയും. അപ്പൊ ആദ്യം വരാം. പിന്നെ യേശുവിന്റെ ജനന വൃത്താന്തം രേഖപ്പെടുത്തിയിട്ടില്ലാത്ത രണ്ട് സുവിശേഷങ്ങൾ, ഒന്ന് മർക്കോസ് ആണെങ്കിൽ മറ്റൊന്നേത്?
ഇവ ചോദിച്ച ചോദ്യത്തിന്റെ ഓപ്പോസിറ്റ് ചോദ്യമാണ്. ഇതിനകത്ത് എല്ലാം ചോദിക്കത്തില്ല, 10 ചോദ്യമേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. എന്തായാലും ഈ 13 10 ചോദിക്കും. ആദ്യത്തെ 13 10. യഹൂദ ആചാരപ്രകാരം നവജാത ശിശുവിനുള്ള ബന്ധത്തിൽ ശുദ്ധീകരണം നടത്തേണ്ടത് എത്ര ദിവസം? ഒന്നുകൂടെ ചോദിച്ചു വായിച്ച്. യഹൂദ ആചാരപ്രകാരം നവജാത ശിശുവിനോടുള്ള ബന്ധത്തിൽ ശുദ്ധീകരണം നടത്തേണ്ടത് എത്ര ദിവസം? പരിച്ഛേദന നടത്തേണ്ടതാണ് 8 ദിവസം, ശുദ്ധീകരണം നടത്തേണ്ടത് 40 ദിവസം. യേശു അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തതിന്റെ പ്രഥമ ഉദ്ദേശം തന്നോട് കൂടെ ഇരിക്കുക. യേശു എന്ന പേരിന്റെ അർത്ഥം ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം മുതൽ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് നോട്ട് കൊടുത്താൽ മതി. ഇത്രയും നേരത്തെ വായിച്ച് പഠിച്ച് റെഡിയായല്ലേ? യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകനല്ലേ? പഴയ നിയമത്തിലെ 10 കൽപ്പനകൾക്കുള്ള സ്ഥാനമാണ് പുതിയ നിയമത്തിൽ രാശനുള്ളത്. ഗിരിപ്രഭാഷണം എന്ന് പഠിക്കുന്നത്. ദൈവം നമ്മുടെ രാശ് എന്നാണ് യേശു പരിചയപ്പെടുത്തുന്നത്. ഇതാവും യേശുവിന്റെ പുസ്തകങ്ങളിലെ മുഖ്യ വിഷയം. പഴയ നിയമത്തിൽ യേശുവിന് നൽകുന്ന പദവികൾ ഏതൊക്കെ? 3 എഴുതുക. പഴയ നിയമം യേശുവിന് നൽകുന്ന പദവികൾ 2ാമത്തെ പേജിൽ നമ്മൾ പഠിച്ചു. വെളിപ്പെടുത്തിയിട്ടുള്ളവൻ, പ്രവാചകൻ, വീണ്ടെടുപ്പുകാരൻ, ദാവീദിന്റെ പുത്രൻ. 2ാമത്തെ പേജ്. യോഹന്നാൻ സ്നാപകനെ 3 വാചകങ്ങളിൽ പരിചയപ്പെടുത്തുക. അതടുത്ത് 4ാമത്തെ പേജിലുണ്ട്. വിദ്വാൻമാർക്ക് ലഭിച്ച പ്രത്യക്ഷതയെ പറ്റി, യേശുവിന്റെ ജനനത്തിൽ വിദ്വാൻമാർക്ക് ലഭിച്ച പ്രത്യക്ഷതയെ പറ്റി ഒരു ചെറിയ പാരാഗ്രാഫ് മനസ്സിലാക്കി അതിനെക്കുറിച്ച്. യേശു അഭിമുഖിച്ച ജനസമൂഹത്തിലെ ഏതെങ്കിലും 3 വിഭാഗങ്ങൾ, 5-6 ഗ്രൂപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, നമ്മുടെ നോട്ടിലുണ്ട്. അതിൽ ഏതെങ്കിലും 3 വിഭാഗങ്ങളെ പറ്റി എഴുതുക. ഉപമയ്ക്ക് ഒരു നിർവചനം എഴുതുക. ഞാൻ പറഞ്ഞിരുന്നത് ഉപമ എന്നുള്ള ഭാഗത്ത് വിശദമായിട്ടുണ്ട്. പേരറിയാമോ? പറയണോ? 10 ഉപമയുടെ വ്യാഖ്യാനം അതിനകത്ത് 11ാമത്തെ ലൈനിലുണ്ട്. പിന്നെ യേശുവിന്റെ രാജത്വത്തെ പറ്റി മത്തായിയുടെ വിശകലനം ആദ്യത്തെ ഭാഗത്തുണ്ട്. മത്തായി യേശുവിന്റെ രാജത്വത്തെ പറ്റി എന്താണ് പറയുന്നത് എഴുതുക. യേശുവിന്റെ കൗമാരത്തെ പറ്റി എഴുതുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിലും അത് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. കൗമാരം എന്തായിരുന്നു, എങ്ങനെയാണ് പിതാവിനെ തിരിച്ചറിഞ്ഞു. യേശുവിനുണ്ടായ പരീക്ഷ അത് അരപ്പേജ് പറയാതെ എഴുതാൻ 5 മാർക്കിന്റെ ചോദ്യമാണ്. അന്ന് പറഞ്ഞ ഇപ്പൊ 2ാമത്തെ പോർഷനിൽ നിന്ന് നമുക്ക് 5 ചോദ്യങ്ങൾ, അതിന് 3 മാർക്ക് വീതം 15 മാർക്ക്. ഇനി 3ാമത്തെ പോർഷനിൽ നിന്ന് 3 ചോദ്യങ്ങളിൽ 2 ചോദ്യങ്ങൾ ഉത്തരം എഴുതണം. 3-ൽ 2. യേശുവിനുണ്ടായ പരീക്ഷ 6ാമത്തെ പേജിലും 7ാമത്തെ പേജിലുമായിട്ട് പറഞ്ഞുള്ള യേശുവിനുണ്ടായ പരീക്ഷയെ കുറിച്ച്. യേശുവിന്റെ ദാസ്യത്വത്തെ കുറിച്ച് അതിന്റെ 9ാമത്തെ പേജിലുണ്ട്. ദേവാലയ ശുദ്ധീകരണത്തെ കുറിച്ച് നമ്മളിവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. യേശു ചെയ്ത ശുശ്രൂഷയിൽ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന പ്രവൃത്തിയാണ് ദേവാലയ ശുദ്ധീകരണം. പേജ് 17. രണ്ട് ചോദ്യങ്ങളാണ് ഉപന്യാസത്തിന് ചോദിച്ചിരിക്കുന്നത്. അതിലൊരു ചോദ്യമേ പരീക്ഷയ്ക്ക് അടുത്താഴ്ച വരത്തുള്ളൂ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഗ്രഹിച്ച് എഴുതുവാൻ ശ്രമിക്കുക. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യം എന്ന ഉപദേശത്തെ പറ്റി വിവരിക്കും. ദൈവരാജ്യം, അതായത് ലാസ്റ്റില് 21ാമത്തെ പേജ് മുതൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള വിശദീകരണമുണ്ട്. അത് കൂടാതെ ഇതിന്റെ ഇടയ്ക്ക് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഒരു ഡിവിഷൻ നമുക്ക് ചെറുതായിട്ട് കൊടുത്തു പോകുന്നുണ്ട്. 11ാമത്തെ പേജ്. 11ാമത്തെ പേജിൽ 21 മുതൽ അങ്ങോട്ടെല്ലാം ഉണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് 2-3 പേജിലാണ് പഠിക്കുന്നത്. ഗിരിപ്രഭാഷണത്തെ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്ത്യ ജീവിതത്തിന് മാർഗരേഖ. അത് ഗിരിപ്രഭാഷണത്തെ അടിസ്ഥാനപ്പെടുത്തി ഗിരിപ്രഭാഷണത്തെ കുറിച്ച് തുച്ഛമായ ചില കാര്യങ്ങൾ മാത്രമേ നോക്കാനുള്ളൂ. എന്നാൽ ഗിരിപ്രഭാഷണത്തെ മത്തായി 5-6-7 അധ്യായങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ക്രിസ്ത്യ ജീവിതം എങ്ങനെയായിരിക്കണം, പ്രായോഗിക ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് അതാണ് പ്രതീക്ഷിക്കുന്നത്. എഴുതിക്കൊണ്ട് വന്ന് എഴുതരുത്. പിന്നെ മൊബൈൽ ഫോണിനകത്ത് പിന്നെ ഈ നിങ്ങൾക്ക് ചില പരീക്ഷയ്ക്ക് രക്ഷപ്പെടാനുള്ള ചില കൂസ് പറഞ്ഞു തരുമോ? കൈമണത്താറുള്ള റെഡിയായി ഇപ്പോൾ ഭാഷ പറഞ്ഞു തരാം.
ഈ ഈ പിന്നെ മൊബൈൽ ഫോണിനകത്ത് ഫോട്ടോ എടുത്തോണ്ട് വന്ന് നാളെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അടുത്ത ആഴ്ച പരീക്ഷയ്ക്ക് വിവിധ കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകല്. വളരെ കാരണം നമ്മുടെ ലോകത്തിൽ ഏത് കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഗൗരവമാണ് ദൈവവചനം പഠിക്കുന്നത്. പിന്നെ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാണിക്കുന്ന ഏത് കാര്യത്തിനും കണക്ക് ബോധിക്കേണ്ടി വരും. പ്രലോഭനം ലോകത്തിൽ ഏത് പഠനം നടത്തിയാലും ഇത്രയും പ്രലോഭനം ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവവചന പഠനത്തിന് ഭയങ്കര പ്രലോഭനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ടീച്ചിങ്ങിന്റെ കാര്യം ഞങ്ങൾ തന്നെ ക്രമപ്പെടുത്തും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തെല്ലാമായിരുന്നു. ആ ഒരു പരിപാടി ഇനി മുതലില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. വളരെ കൃത്യതയോടുകൂടി ഇല്ലെങ്കിൽ പഠിക്കുന്നെങ്കിൽ വേണമെന്നുള്ളൂ. ഞാൻ പറയാം, ഞങ്ങൾ 6-7 വർഷങ്ങള് രാവിലെ മുതൽ വൈകോളം ഇരുന്ന് രാവിലെ 7 മണി 7:30 തുടങ്ങുന്ന ക്ലാസ്സിന്റെ പരിപാടികൾ അവസാനിക്കുന്ന വൈകിട്ട് 10 മണിക്കാണ്. ബൈബിൾസാറൊക്കെ വേണം വിശദീകരിച്ച് പറഞ്ഞു തരും. അപ്പം അത്രയ്ക്ക് ഇരുന്ന് സമയം മെനക്കെടുത്ത് ഇരുന്ന് വായിച്ചും പഠിച്ചും ലൈബ്രറി യൂസ് ചെയ്തും ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ആഴ്ചയിൽ 1.5 മണിക്കൂർ ഇരുന്നിട്ട് ഈ പഠിക്കുക. അത്ര ക്രമീകരണമായിട്ട് വളരെ ലഘുവായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ തന്നിട്ടും ഇങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ ഇത് വീക്ഷിച്ചിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നവർക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് പരീക്ഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഉത്തരവാദിത്തങ്ങളായതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ള കാര്യം പ്രവർത്തിക്കുന്നു. അത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ പ്രവർത്തിക്കുകയാണ്. എന്ന് വിഷ്ണു പറഞ്ഞു.